ഏതാണ് ഈ സഭ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇങ്ങനെയാ: ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ടാണ് 11 പേരിൽ, യൂദ ഒഴികെ 11 പേരിൽ തുടങ്ങിയ ഈ ദൈവസഭ ഇന്നും മുക്കിന് വളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനെ തളർത്താൻ ആവുന്ന പണി 58 നോക്കിയിട്ടും ഇത് ഒതുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇത് മനുഷ്യനാൽ സ്ഥാപിതമായതല്ല, കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിന് ഭൂമിയിൽ ഒരു സഭയുണ്ടോ? ദൈവത്തിന് ഭൂമിയിൽ ഒരു സഭയുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് ആ സഭയെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യസഹിതം അക്കമിട്ട് നമ്മൾ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ പോവുകയാണ്. വചനധ്യാനത്തിനായി വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ആമേൻ. ഉൽപ്പത്തിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങി വായിച്ച കുറുവാക്യത്തിൽ എത്തുമ്പോൾ പ്രസംഗം അവസാനിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ തുടങ്ങുന്നത് പറയാം. കഴിഞ്ഞ 20 വർഷം മുമ്പാണ് ഈ പുസ്തകം കൃപയാൽ എൻ്റെ കരങ്ങളിൽ എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. നിങ്ങളുടെ സ്തോത്രം വന്നില്ല. കാരണം ഈ പുസ്തകം ചുമക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സ്തോത്രം. ആമേൻ. ചിലർക്കിത് നാണക്കേടാണ്. നമ്മളിത് ബൈബിളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോകുമ്പോൾ ചില ആളുകൾക്കിത് കാണുമ്പോൾ ഭയങ്കര നാണക്കേടാണ്. ഒരു പറയുമോ, എന്നാ ഇങ്ങനെ വേദപുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നതൊക്കെ പറയും. അവർക്കിത് നാണക്കേടാണ്. പക്ഷെ ഓലക്കാല് ചുമക്കുന്നതിന് നാണക്കേട് ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സ്വത്രം പറ. അപ്പം ബൈബിള് ചുമക്കുന്നതിന് ചിലർക്ക് നാണക്കേടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾ 20 വർഷം കൊണ്ട് എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ കുടുംബക്കാർ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തിനാടാ ഈ ക്രിസ്ത്യാനി ആയത്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 90% ആളുകളും അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ 10% വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ ക്രിസ്ത്യാനി ആയത് പോട്ടെ, എന്തായാലും പോയത് പോയി, ഇച്ചിരി മര്യാദയുള്ളൊരു സഭയിൽ പോയിക്കൂടായിരുന്നു. അങ്ങനെ അതിനാ മര്യാദ, ഇച്ചിരി നല്ല പള്ളിയിൽ വല്ലതും പോയിക്കൂടാ. അപ്പം ഈ നല്ല പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഗോപുരം പോലെ കെട്ടിടം, മുറ്റത്ത് 10 കാറ്, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി വരുന്ന അനുഭവം. ഇതൊക്കെയാണ് പലരും നല്ല പള്ളി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ഈ കൊട്ടിപ്പാടി കലപിലപിലപിലാന്ന് എന്തൊക്കെയോ പറഞ്ഞ് തുള്ളുന്ന ഈ കൂട്ടത്തിൽ തന്നെ ചെന്ന് വെട്ടല്ലോ എന്നാണ് ചിലരുടെ വിഷമം. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും, എന്തുകൊണ്ട് ഈ കൂട്ടത്തിൽ വന്ന് പെട്ടു? കാരണം എത്രയോ നല്ല ആളുകളും പള്ളികളും ഒക്കെ ഉള്ള നാട്ടിൽ ആർക്ക് ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിൽ എങ്ങനെ വന്നു പെട്ടു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം അവരോടൊക്കെ കൃത്യമായി കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങണം. എന്തുകൊണ്ട് ഷമീർ അബ്ദുൽ സലാം ക്രിസ്ത്യാനിയായി, അതിലുപരി പന്തക്കോസ്തുകാരനായി? അപ്പോൾ നമ്മൾ നാട്ടുകാരോട് ശാന്തമായി ഒന്ന് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കേട്ടു, നല്ല ഉണർവും നല്ല ആരാധനയും തീയും പുകയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനതുകൊണ്ട് ഇവിടെ തുള്ളിക്കളിച്ച് കുട്ടിക്കരണം പറയുന്ന പരിപാടിയൊന്നുമില്ല. ശാന്തമായി കാര്യം പറഞ്ഞു കൊടുക്കാൻ പോവുക. ആമേൻ. ഉൽപ്പത്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ വേദപുസ്തകം ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. അത് സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് കാണാതറിയുന്ന വാക്യമായതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വേദപുസ്തകം ആരംഭിക്കുന്നു. അതിനുശേഷം ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി, അങ്ങനെ അടുക്കടുക്കായി ഭൂമിയിൽ കൃത്യമായ സൃഷ്ടിപ്പിൻ്റെ വിവരണം. അനന്തരം 6-ാം ദിവസം സ്വർഗത്തിലെ സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നിങ്ങനെ പലരും പല നാമകരണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവം, ആ ദൈവം 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം. മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവം ചിലതിനെ സൃഷ്ടിച്ചു 6-ാം ദിവസം. എന്താണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പം വേദി വന്ന് കയറി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുൻപ് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചത് അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം എന്നിവ 6-ാം ദിവസം സൃഷ്ടിച്ചു. അപ്പം ഈ കന്നുകാലി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? കന്നുകാലി, ആടുമാട്, പശുപോത്തെരുമ കന്നുകാലി. ഇടജാതി, പാമ്പ് വർഗത്തിൽപ്പെട്ടതെല്ലാം ഇടജാതി. കാട്ടുമൃഗം, കാട്ടുപന്നി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുമുയൽ, കാട്ടി കിടക്കുന്ന എല്ലാം കാട്ടുമൃഗം. ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. ചോദ്യം നിങ്ങളോട്, അപ്പോൾ ഇവിടെ ആര് ഇല്ല?
മനുഷ്യൻ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആരില്ല? മനുഷ്യനില്ല. മനുഷ്യനില്ലാത്തത് കൊണ്ട് കന്നുകാലി എന്തായിരുന്നു? കന്നുകാലി. ഇടജാതി എന്തായിരുന്നു? ഇടജാതി. കാട്ടുമൃഗം എന്തായിരുന്നു? കാട്ടുമൃഗം. കാരണം ഇവിടെ ആരില്ല? മനുഷ്യനില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മനുഷ്യനില്ലാത്തത് കൊണ്ട് ആടെന്തായിരുന്നു? ആട്. പോത്തോ? പോത്ത്. പശുവോ? പശു. എരുമയോ? എരുമ. അത് കഴിഞ്ഞ് ഇവിടെ ആര് വന്നു? ഈ ഇരുകാലി വന്നു. ആര്? മനുഷ്യൻ. യവൻ വന്നു കഴിഞ്ഞപ്പോൾ യവൻ ലതീ ജലത്തിനെ പിടിച്ച് ദൈവമാക്കി. അപ്പോൾ പശു എന്തായി? ഇപ്പം ചിലടത്ത് പശു ഒന്നും മിണ്ടാൻ പറ്റുകയല്ലോ. ചിലടത്ത് പാമ്പ് എന്തായി? ദൈവം. അപ്പം അതുകൊണ്ട് ഒറ്റ വാക്കിൽ ആ കാര്യം അങ്ങ് പറഞ്ഞു വിടാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഉറക്കപ്പറ. ദൈവം. 2022 ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? മനുഷ്യൻ. എങ്ങനെ ഇരിക്കണം? വളഞ്ഞിരിക്കണോ? മൂക്ക് ചരിഞ്ഞിരിക്കണോ? ചെവി നൂന്നിരിക്കണോ? ചുണ്ടി പെയിൻറ് വേണോ? എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ. അതുകൊണ്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ച മഹാദൈവത്തെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സൃഷ്ടാവിനെ തിരിച്ചറിയണം. അതിനാണ് ഇവിടെ യോഗം നടക്കുന്നത്. ആമേൻ. അപ്പോൾ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുന്നു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. നിലത്ത് മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി. അനക്കമുണ്ടോ? ഇല്ല. വാഴത്തടി പോലെ കിടക്കുകയാണ്. അനക്കം വെച്ചു. എപ്പോഴാ? അവൻ്റെ മൂക്കിലേക്ക് തമ്പുരാൻ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അന്ന് ഈ പുസ്തകത്തിൽ പറയുന്ന, ഈ വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവമായ യഹോവ എന്ന ദൈവം ഊതിയ ജീവശ്വാസമാണ് ഇന്ന് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന് പറയുന്ന സകല ഇരുകാലികളും മേപ്പോട്ട് വലിച്ച് കീപ്പോട്ട് വിടുന്ന ശ്വാസം അന്ന് തമ്പുരാൻ നൽകിയതാണ്. മനസ്സിലായോ? ആമേൻ. അപ്പോൾ അതുകൊണ്ട് ദൈവമില്ല എന്നൊക്കെ പറയുന്ന അണ്ണന്മാർ ചിന്തിക്കണം. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ കിടക്കുന്നവനേ ഉള്ളൂ മനുഷ്യൻ. അത് കോവിഡ് കാലം വന്നിട്ടും പഠിക്കാത്ത അണ്ണന്മാരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനപ്പുറം മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ല എന്ന് ആര് പറഞ്ഞു? ചെട്ടുകാട് പാസ്റ്ററാണോ പറഞ്ഞേ? ജോ പാസ്റ്ററാണോ പറഞ്ഞേ? അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ആരുമല്ല പറഞ്ഞത്. ഇവിടുത്തെ പള്ളിയിലെ അച്ഛന്മാരോ പുരോഹിതന്മാരോ പാസ്റ്റർമാരോ ഒന്നുമല്ല പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏകസത്യ നിത്യ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വാരിയിൽ നിന്നൊന്നിനെ എടുത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച് തക്ക തുണ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് ആദാം, പെണ്ണിൻ്റെ പേര് ഔവ. കല്യാണം നടത്തിയ ഓഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ പാസ്റ്റർ ഇല്ലെന്ന കല്യാണം നടത്തിയത് പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യദൈവം. ഇനി എങ്ങനെയാ ഈ ചെറുക്കൻ പെണ്ണിയെ കെട്ടിയത് എന്നൊരു സംശയമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഈ ചെറുക്കൻ അടുത്ത് നിന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നു പോയി അങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് ഈ പെണ്ണിൻ്റെ കഴുത്തേലോട്ടിട്ടൊരു ഒറ്റ മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറി എന്ന് 5-6 കൂവൽ വിട്ടു. അങ്ങനാണോ കെട്ടിയേ? പറ. ബൈബിള് കയ്യിലുണ്ടല്ലോ. അങ്ങനാണോ കെട്ടിയെന്ന്? അങ്ങനൊന്നും മുറുക്കിയില്ല. അതുകൊണ്ടാ പെന്തിക്കോസുകാർ മുറുക്കാത്ത. ഇനി ആരും സംശയമൊന്നും ചോദിച്ചുകൊണ്ട് വരല്ലേ. അതുകൊണ്ടാ പെന്തിക്കോസുകാർ മുറുക്കാത്ത. മനസ്സിലായല്ലോ? പിന്നെ എങ്ങനെയായി കല്യാണം നടന്നതെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവം സാക്ഷിയായി ഈ മണവാളനായിരിക്കുന്ന ചെറുക്കൻ പെണ്ണിനോട് ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി ഇങ്ങനെ: ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. അപ്പം ചിലർ പറയാം അത്രയും പറഞ്ഞാൽ പെണ്ണും ചെറുക്കനും ആയാ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ഒരു സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആകാമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷിത്വത്തിൽ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇതെൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറയുന്ന ഉടമ്പടി കൊണ്ടവർ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടു. ഇനി ആ ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. കല്യാണമല്ല, കൺവെൻഷനാണെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞു വിടാം. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ഒരു ജീവിതം ഇല്ല. ഉണ്ടോ? ഇല്ല. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമുണ്ട്. ഇനിയിപ്പോൾ ഒരു വാദത്തിന് മാംസമില്ല അസ്ഥിയുള്ളെന്നിരിക്കട്ടെ, പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ. അങ്ങനല്ലേ? ഇനി മാംസമുണ്ട് അസ്ഥിയില്ലെന്നിരിക്കട്ടെ, ഞാൻ എഴുന്നേറ്റ് നിവർന്നിങ്ങനെ നിൽക്കുവോ? വേണ്ട. മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അസ്ഥിയും മാംസവും ഉള്ളിടത്തോളം എഴുന്നേറ്റ് നിന്ന് ജീവനോടെ നിൽക്കാം. അടുത്ത ചോദ്യം: എൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്നൊരു ദിവസം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്നാ? ഞാൻ പെട്ടി കയറുമ്പം അല്ലേ? അതിനാ നിങ്ങളാരും പെട്ടി കയറത്തില്ലേ? എന്നായാലും പെട്ടി കയറിയേ പറ്റത്തോളെന്ന്. ഇന്നിപ്പോൾ ആലപ്പുഴയിലെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ തമ്പുരാൻ പറയാം വാ പെട്ടി റെഡിയാന്ന് പറഞ്ഞാൽ കയറിയേ പറ്റത്തോളെന്ന്. അതിനാ എത്ര പേടിക്കാൻ? സ്തോത്രം.
എന്നോട് ഞാൻ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചില ഉപദേശിമാർ പരസ്യയോഗത്തിന് കൂടെ വരും. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഉപദേശിമാരെ കാണത്തില്ല. 2 കിലോമീറ്റർ അപ്പുറം പോയി നിൽക്കും. പ്രസംഗം തീരുമ്പോൾ വരും. ഞാൻ ചോദിച്ചു എവിടെ പോയിരുന്നു ചോദിച്ചാൽ പറയും ട്രാക്ടർ കൊടുക്കാൻ പോയാന്ന്. ചുമ്മാതാ, പേടിച്ചിട്ട് മാറി നിൽക്കുന്ന. അപ്പോൾ എന്നോട് ചോദിക്കുക എന്നാ പേടിയില്ലേന്ന്. എന്നാ പേടി? പണ്ട് കൂട്ടുകാരുമായി കള്ളും കുടിച്ച് ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കി നടന്നപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കത്തിക്ക് ഏതെങ്കിലും ഓടെ കിടക്കേണ്ടതിന് പകരം ഈ 10-25 വർഷം സ്വർഗത്തിലെ ദൈവം നന്നായി പോറ്റിയില്ലേ? ഇനി കർത്താവിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ അന്തസെന്താ? അതുകൊണ്ട് ഇവിടെ അതൊന്നും മാറ്ററൊന്നുമല്ല. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് യാത്ര പറയുന്നത് കൊതുക് യാത്ര പറയുന്ന പോലെ. കൊതുക് യാത്ര പറയുന്നത് എങ്ങനെ? മമ്മി ഇന്ന് അരി ഇടണ്ടെന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്നീ ആരെങ്കിലും ചോര കുടിച്ച് വയറ് നിറയും, അല്ലെങ്കിൽ ആരെങ്കിലും കൈക്ക് പറ്റി ഭിത്തിയിൽ ഇരിക്കും. 2 അരി, അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഇവിടെ ഉരുണ്ട് വീട് മരിച്ചാൽ എവിടെ പോകുമെന്ന നല്ല ബോധ്യം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആമേൻ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് മരണം ഭയമല്ല, പ്രത്യാശയാണ്. അതുകൊണ്ട് അതിലൊന്നും മാറ്ററൊന്നുമില്ല, വിട്ടുകളാ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ കല്യാണം ആമേ ഉടമ്പടി ചെയ്തു. അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. അസ്ഥിയും മാംസവും വേർപെടുന്ന എപ്പോഴാ? എൻ്റെ മരണത്തിൽ ശരീരവും അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അരിഞ്ഞു ചേരുന്നത് പോലെ മരണത്താൽ അല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധം, അതാണ് ബൈബിളിലെ ദൈവം സ്ഥാപിച്ച വിവാഹം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്നിട്ട് കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് വന്നാൽ ഞങ്ങളാരും രണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. ഏതു വിധത്തിലും പറഞ്ഞ് പരിഹരിച്ച് ഒന്നിച്ചു വിടാനേ ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ നാട്ടിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ച് കളയടി അവനല്ലെങ്കിൽ വേറൊരുത്തൻ, ഇതിനെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ നിയമം കൊണ്ടുവന്നെങ്കിൽ നല്ലതായിരുന്നു. ശ്രദ്ധിച്ച്, ആവശ്യമില്ലാതെ ഒരു കുടുംബത്തിലൊരു വിഷയമുണ്ടായാൽ പറഞ്ഞു പരിഹരിക്കേണ്ടതിന് പകരം അവരെ രണ്ടാക്കി കളയാൻ ശ്രമിക്കുന്ന എത്രയോ മേഖലകൾ നമ്മൾ കാണുക. അതിൻ്റെ നടുവിൽ ഈ ഉടമ്പടി നമ്മൾ ഓർക്കണം. അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം. വിഷയം വിട്ടുവരാം. അങ്ങനെ സന്തോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഏദൻ പൂങ്കാവനത്തിലായിരുന്നു. ദൈവം അവരോട് കൂടെ വസിച്ചു, അവരോടൊപ്പം ഇറങ്ങി വന്നു, അവരോട് സംസാരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോയി. പിന്നെ എവിടെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം? സൃഷ്ടാവായ ദൈവത്തിങ്കിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തൊരു കഥാപാത്രം. ആരാ? ഇരുട്ടിൻ്റെ ആത്മാവ്, പിശാച്. ഈ പിശാച് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ചിന്ത പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി വരുന്നവനാണ് പിശാച് എന്നാണ് ചിലരുടെ ചിന്ത. ആമേൻ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. പിശാചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാനുഷിക രൂപഘടന ഉള്ളവനല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ ഉപദ്രവിച്ചിട്ട്, അശുദ്ധാത്മാവെ ഇവനെ വിട്ടു പോക. അങ്ങനെ എല്ലായിടത്തും പിശാചിനെ ഒരാത്മാവെന്ന് വിശേഷിപ്പിക്കുന്നു. അവനൊരു ഇരുട്ടിൻ്റെ ആത്മാവാണ്. അല്ലാതെ ചിലർ പറയുന്ന പോലെ വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി വരുന്ന പരിപാടി പിശാചിനില്ല. അതൊക്കെ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. അതുകൊണ്ടാണ് സീരിയൽ കണ്ട അമ്മച്ചിമാർ പിശാച് വെള്ള സാരി കൊടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞ് വലിയൊരു കുരിശെടുത്ത് അങ്ങോട്ട് കാണിക്കുമ്പോൾ പിശാച് അലറി കൂവി ഓടുന്ന കണ്ടപ്പോൾ അമ്മച്ചി വിചാരിച്ചു കുരിശ് കണ്ട പിശാചിന് പേടിയാണ്. അതുകൊണ്ട് വലിയ കുരിശും കഴുത്തിലിട്ടുകൊണ്ട് അമ്മച്ചി നടക്കാൻ തുടങ്ങി. അങ്ങനെ കുരിശ് കണ്ട പിശാച് പേടിക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമേ കേരളത്തിലുള്ളൂ, അത് സെമിത്തേരിയാണ്. അവിടെ മരത്തിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും സിമെൻറ്റിൻ്റെയും മാർബിളിൻ്റെയും പലതരത്തിലുള്ള മിന്നുന്ന തിളങ്ങുന്നത് അവിടെ ഇരിപ്പുണ്ട്. അവിടെയൊക്കെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാണ്. അതുകൊണ്ട് നാളെ ഞാൻ അവിടെ പോയിരുന്ന് ആരാധിക്കുമെന്ന് നാട്ടിൽ ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല. 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞുകൊണ്ട് പോലും അതുവഴി പോകത്തും ഇല്ല. അതുകൊണ്ട് അത്തരം ചിന്തകളൊക്കെ സീരിയലുകാർ കൊണ്ടുവന്ന പരിപാടിയാണ്. ആ ചിന്ത അവിടെ അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് പിശാചെന്ന് പറഞ്ഞാൽ ഒരു മാനുഷിക ശരീരം ഉള്ളവൻ അല്ല, പിന്നെ അവനൊരു ആത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ദുരാത്മാവ്. പക്ഷേ ഇവൻ എല്ലാ കാലത്തും പ്രവർത്തിക്കാൻ എന്തു വേണം? ഒരു ശരീരം വേണം. അത് മനുഷ്യനായാലും പ്രശ്നമില്ല, മൃഗമായാലും പ്രശ്നമില്ല. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉപദേശി ഉണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം വീട്ടിൽ ബൈബിളുണ്ട്, വായിക്കണം. ഗദർദേശം എന്ന് പറയുന്ന ദേശത്ത് അശുദ്ധാത്മാവ് ലഗ്യോൻ ബാധിച്ച ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ. ആ മനുഷ്യനിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഭൂതത്തെ പറഞ്ഞു വിട്ടപ്പോൾ അത് നേരെ എങ്ങോട്ട് പോയി കയറി? മൃഗങ്ങളിൽ, പന്നികളിലേക്ക് കയറി. അങ്ങനെ മനുഷ്യരിലും പന്നികളിലും എല്ലാം ഈ ഭൂതം ഇന്നും വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ മാത്രം ചില ഭൂതങ്ങൾ പന്നി ഓടുന്ന പോലെ അലറി കൂവി വിളിക്കും, ബഹളമുണ്ടാക്കും. എന്നാൽ നാട്ടിൽ മറ്റേത് ശബ്ദം കേട്ടാലും തൊക്കത്തില്ല, തൊറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഭൂതമിളകത്തില്ല. ചുംബന സമരം നടത്തിയ തീരുമെന്ന് പറഞ്ഞാൽ ഈ ഭൂതമിളകത്തില്ല. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ് കോളാമ്പി വെച്ചാൽ ഈ ഭൂതമിളകത്തില്ല. പകരം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഈ ഭൂതമിളകും. മനസ്സിലാകുന്നുണ്ടോ? അത് കാരണം വേറൊന്നുമല്ല, മനുഷ്യനല്ല നമ്മുടെ ശത്രു. ഈ പിശാച് എന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് അവൻ ചില ശരീരങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആരോടും പിണങ്ങരുത്.
നമ്മൾ ഉപദ്രവിക്കുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഭൂതം ഒന്ന് മാറിപ്പോകണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ അവരെ ദ്രോഹിക്കുകയോ അവരോട് ചീത്ത വിളിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. സ്തോത്രം. അപ്പം മടങ്ങി വരാം. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്ന പിശാച് അന്ന് അവിടെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പല സൃഷ്ടികളെ അവൻ മാറി മാറി നോക്കി. മനുഷ്യനെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി ആടുമാട് പശുപോ തെരുമയൊക്കെ നോക്കി കാണും. നോക്കി കണ്ടുപിടിച്ച് ഇഷ്ടപ്പെട്ട ആരെയാ? പാമ്പിനെ ഇഷ്ടപ്പെട്ടു. കാരണം ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പോൾ പാമ്പിന് ഈ കൗശലം കൊടുത്തത് ആരാ? പറ. പിശാചോ? ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുക്കളിൽ പാമ്പ് കൗശലക്കാരൻ. പാമ്പിന് കൗശല ബുദ്ധി കൊടുത്തത് ദൈവമാണ്. പക്ഷെ പരാജയം പറ്റിയത് എവിടാ? ദൈവം കൊടുത്ത ഈ താലന്ത്, ദൈവം കൊടുത്ത ഈ കഴിവ്, അത് തന്ന ദൈവത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്, ഇരുട്ടിൻ്റെ ആത്മാവിന് വേണ്ടി ഉപയോഗിച്ചു. അവിടെയാണ് പരാജയം. അതുകൊണ്ട് ഒരു ദൂത് ഞാൻ വിശ്വാസികളോട് പറയാം. കുഞ്ഞുങ്ങൾക്ക് ദൈവം നല്ല താലന്തും നല്ല കൃപയും കഴിവും ഒക്കെ കൊടുക്കും. പാടാനുള്ള കഴിവോ വായിക്കാനുള്ള കഴിവോ എഴുതാനുള്ള കഴിവോ ഒക്കെ കൊടുക്കും. അത് തന്ന സൃഷ്ടാവിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അല്ലാതെ എൻ്റെ കൊച്ചിന് പാടാൻ കഴിയുമെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് കുണുക്കി ഫ്ലാറ്റും കാറും മേടിക്കാൻ വേണ്ടി തള്ളുന്നതിനൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ പ്ലസനൊക്കെ സിനിമാ ഫീൽഡിൽ പോകരുതോ? എന്നാ കഴിവ് കുറവുണ്ടോ? എത്രയോ കാലങ്ങളായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 6 മാസം മെനക്കെട്ട് പ്രൊഫഷണലായി പോയി പഠിച്ചാൽ ഏതെല്ലാം സിനിമാ മേഖലയിൽ പോകാം. ഒക്കരുതോ? അതൊക്കെ ഒക്കുമെന്ന്. കോവിഡ് കാലമൊക്കെ വന്നിട്ട് പോലും ഇവരൊക്കെ ഈ കൊയർ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു പോകുന്നവരാ. മറ്റൊരു മേഖലയോ ജോലിക്ക് പോകുന്നവരാ. എന്നിട്ട് പോലും കോവിഡ് കാലം വന്നപ്പോൾ ഇതൊന്നും വിട്ടവർ പോയില്ല. എന്തുകൊണ്ടാ? അത് ദൈവം തന്ന കൃപ, ദൈവം തന്ന കഴിവ്, അത് തന്ന ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. അതുകൊണ്ടാണ് നമ്മുടെ കൊയറിലൊന്നും കൺവെൻഷനിലൊന്നും പാടാൻ റിമീട്ടോമിയുടെ ഗാനം ഇളവെക്കാത്തത്. മനസ്സിലായോ? അത്രയും പറഞ്ഞാൽ വിടുക. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ഏത്? ഈ പിശാച് ഈ പാമ്പിനെ തിരഞ്ഞെടുത്തു. പാമ്പിലൂടെ തോട്ടത്തിലേക്ക് വന്ന് നുഴഞ്ഞു കയറി. അവിടെ ആ മണവാളനും മണവാട്ടി ചെറുക്കനും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആദം ഹൗവ ദമ്പതികൾ അവിടെ അടുത്തേക്ക് ചെന്ന് കൊച്ചു വർത്താനം. അച്ചായൻ അവിടെ ഇല്ല എന്നുള്ള തക്കം നോക്കി അമ്മാമയെടുത്ത് വന്ന് കൊച്ചു വർത്താനം. എന്നാ ഉണ്ട് അമ്മാമേ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. അങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ തമ്പുരാൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ സന്തോഷമാണോ? ഇവിടെ സുഖം, പരമസുഖമാണോ? സുഖം. ഇവിടെയുള്ള വൃക്ഷഫലങ്ങളൊക്കെ എല്ലാം കഴിക്കാം, പക്ഷേ ആ നടുവിലെ വൃക്ഷഫലം മാത്രം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പിശാച് പറയുകയാണ്, അതൊക്കെ ദൈവം ചുമ്മാ പറയുന്നതാണ്. നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. കണ്ടോ? അയ്യോ, ദൈവത്തെ പോലാകുമെന്ന് കേട്ടപ്പോൾ ഈ ഔവാമ്മച്ചിയുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു സന്തോഷത്തിൻ്റെ ലഡ്ഡു പൊട്ടിയെന്ന് പിള്ളേർ പറയുന്ന പോലെ ഔവാമ്മച്ചിയുടെ മനസ്സിനകത്തൊരു ലഡ്ഡു പൊട്ടി. എന്നിട്ട് ഇങ്ങനെ ഓർത്തു നോക്കി, ഒരു കൊച്ചു കുട്ടി ദൈവമായില്ല, കരുനാപ്പള്ളിയിലെ പോലെ ഒരു കുട്ടി ദൈവമായിട്ട് അവിടെ ഇരിക്കാമെന്നൊക്കെ ഔവാമ്മച്ചി ഓർത്തു. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഈ കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം എന്ത് ചെയ്തു? അങ്ങ് കഴിച്ചു. വേദപുസ്തകം പറയുന്നു, പാപം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എനിക്ക് ഒത്തിരി കാര്യം വിശദീകരിച്ച് പറയാനുണ്ട്. എന്നെക്കാൾ സ്പീഡിൽ സമയം പോകുന്നുണ്ടാണ് ഞാൻ ഈ എക്സ്പ്രസ് പോലെ നിൽക്കുന്നത്. ശ്രദ്ധിക്കണം. ഈ സാധാരണ ഞങ്ങൾ ഉപദേശിമാർ ചിന്തിക്കേണ്ടത്, പകലും പ്രസംഗിച്ചു, വൈകുന്നേരത്തൊക്കെ ഒരു 4 പാട്ടും കൂടെ പാടിയെങ്കിൽ അത്രയും കുറച്ച് പറഞ്ഞാൽ മതി, തൊണ്ടയ്ക്ക് ആശ്വാസം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഈ ദൈവവചനത്തെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഭാരമുള്ളവർ എങ്ങനെയും ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം. ഇനി 10 മണിക്കൂർ പ്രസംഗിച്ചാലും. അതുകൊണ്ടാണ് ഈ ചോദിച്ച് മേടിക്കുന്നത്. അല്ലാതെ നിർബന്ധം പൈസ ഇച്ചിരി കുറഞ്ഞാലും ചോദിച്ച് മേടിക്കാറില്ല, സമയം ചോദിച്ച് മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ദൈവത്തെ പോലെയാകുമെന്നുള്ള പ്രലോഭനം അവരുടെ പാപത്തിലേക്ക് നയിച്ചു. ഈ കനി ഭക്ഷിച്ചു, പാപം ചെയ്തു. അപ്പോൾ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിടത്ത് ഇത് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരാളിങ്ങനെ വന്ന് കളിയാക്കി ചോദിച്ചു, അപ്പോൾ അത് ശരി, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പോൾ പലരുടെ ചിന്ത, പണ്ടൊരു പഴം തിന്നതാണോ ഇത്രയും വലിയ പാപം? നോക്കൂ, കേവലം ഒരു പഴം തിന്നതല്ല പാപം. പിന്നെ എന്താ പറയാം? 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കമുണ്ടായി, 2 വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നു, സമാധാനിപ്പിക്കാൻ നോക്കി, നടക്കുന്നില്ല. 2 വീട്ടുകാരോടും പറഞ്ഞു, കോടതി കേസ് എടുക്കട്ടെ, കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത്. ഓക്കെ, എന്നാൽ ഇവിടെ 2 പേരും സമാധാനമായിട്ടിരുന്നോണം. സമ്മതിച്ചു. അടുത്ത മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 2 രൂപയുടെ വള്ളിക്കയറ് മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തിരിച്ച് കെട്ടി. ഇനി കോടതി വിധി വരുന്നവരെ തമ്മിലടിക്കരുതെന്ന് പറഞ്ഞു. പോലീസ് പോയി, റവന്യൂ വിഭാഗമൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ തലതെറിച്ചൊരു ചെറുക്കനുണ്ട്. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടി പോയേക്കുന്നെന്ന് പറഞ്ഞ് കയറെല്ലാം മുറിച്ച് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരടാ കയറ് മുറിച്ചത്? അതുകൊണ്ടല്ല, അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. ചെവിക്കലിനിട്ട് ഒറ്റ അടി കൊടുത്തു. കേരടാ ജീപ്പിലെന്ന് പറഞ്ഞ് എടുത്തിട്ടു. ഇത് കണ്ടുകൊണ്ടേ അവിടെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി ഇരുന്നുകൊണ്ട് പറയുന്ന ഡയലോഗ് കേൾക്കണേ.
അമ്മച്ചി പറയുക, അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നേ, 2 രൂപയുടെ കയറ് മുറിച്ചാൻ ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അപ്പം അമ്മച്ചിയുടെ ചിന്തയിൽ 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇത്രയും വലിയ പ്രശ്നമുണ്ടോ? മത്തായിയുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്, ഞാൻ വേണേൽ 50 രൂപ തരാം, 10 വള്ളി കയറ് മേടിച്ച് കെട്ട്, ആ കൊച്ചിനെ അങ്ങ് വിട്ടേ. ഞാൻ ചോദിക്കട്ടെ, 500 രൂപ കൊടുത്താലോ, ഒരു വണ്ടി കയറ് പകരം കൊടുത്താലോ കൊച്ചിനെ വിടുവോ? ഇല്ല. എന്തുകൊണ്ടാ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല അവിടുത്തെ വിഷയം. നിയമലംഘനം നടന്നു. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ പോയി അവൻ പുറത്തു വരണം. ഈ ലോകത്തിൻ്റെ നിയമം അങ്ങനാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രഖ്യാപനം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കേവലം ഒരു പഴം തിന്നതല്ല സുഹൃത്തെ പാപം. മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചു, അനുസരണക്കേട് എന്ന പാപം മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചു. ആമേൻ. ആ ഹൗവ അമ്മച്ചി കെട്ടിയോനും കൊടുത്തു, അവനും തിന്നു. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും എന്തായി? പാപികളായി. അതുകൊണ്ടാണ് ഞങ്ങൾ കവലയിൽ പ്രസംഗിക്കാനായി കോഴിക്കോടും കണ്ണൂരും മലബാറും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ കവലകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാടും, ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെല്ലാം ദൈവത്തിൽ നിന്നകന്നതിനാലേ ഇബ്ലീസിൻ അടിമകളായി അലകിലായല്ലോ. വന്നോളീൻ സോദരരെ, നിങ്ങൾ കേട്ടോളീൻ സുവിശേഷം, വിട്ടോളീൻ പാപ വഴികളെ, ഏറ്റുകൊള്ളീശോയേ. അങ്ങനെ പാടും. കാര്യമെന്താ? ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും പാപികളായി, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇത് കേൾക്കുമ്പോൾ ഡിഗ്രിയുള്ള അണ്ണന്മാർ വന്നിട്ട് ചോദിക്കും, ഉപദേശി മണ്ടത്തരം പറയാതെടൂ, ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് വിളിച്ചു കൂവിയാൽ ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ എന്ന് ഞാൻ നിരപ്പിക്കാം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ വർഷേ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു പറ? ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. തൊട്ടിലിൽ കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ചെങ്ങാണ്ട് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായി? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിക്കുന്നു. ഡിഗ്രി സമ്മതിക്കുന്നു, മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്നു, ലോകം മുഴുവൻ സമ്മതിക്കുന്നു. എങ്ങനെ വന്നു? ഒറ്റ മറുപടി, രക്തത്തിലൂടെ വന്നു. തർക്കമില്ലല്ലോ. അത് തർക്കമില്ല. പിന്നെ ഇതാണോ തർക്കം? ഇതെങ്ങനെ വന്നു? പറയാം. അപ്പോസ്തലപ്രവൃത്തി 17:26 വേദപുസ്തകം തുറക്ക്, വായിക്ക്. 17:26 പ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന്. ആരായി അവൻ? ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ലെന്ന്. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല. ഏതെങ്കിലും ഒരു പട്ടണത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല. ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ. കണ്ടോ? ഇവിടെ മൂക്കീശ്വാസമുള്ള മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ്റെ പഞ്ചായത്തിൽ മാത്രമാണ് ദൈവം ഇരിക്കുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മൂക്കീശ്വാസമുള്ള മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അവൻ്റെ ഇഷ്ടത്തിന് തുറക്കും, അവൻ്റെ ഇഷ്ടത്തിന് കാണാം, അവൻ്റെ ഇഷ്ടത്തിന് അടയ്ക്കാം, അവൻ്റെ ഇഷ്ടത്തിന് പോകണം. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പറയുന്നത് കേട്ട് കയറി ഇറങ്ങാൻ നിൻ്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം. ആമേൻ. അതുകൊണ്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ച മഹാദൈവം പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. വായിക്കേ. ഒരുത്തനിൽ നിന്ന്. ഒരുത്തൻ. ആരായി ഒരുത്തൻ? ആദാം. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ആദാം എന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സകലത്തെയും സൃഷ്ടിച്ചത്. ഏക രക്തം. ഉപദേശി ആ പറഞ്ഞത് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക്, അടുത്തുള്ള മെഡിക്കൽ ലാബിൽ കൊണ്ട് കൊടുക്ക്. 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു കൊടുക്ക്. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ശരിയല്ലേ? വീണ്ടും 4 ബോട്ടിലെടുക്ക്. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത കത്തോലിക്ക പള്ളിയിലെ പുരോഹിതൻ്റെ രക്തം, മറ്റൊന്നിൽ ഇവിടുത്തെ ഉപദേശി പാസ്റ്ററുടെ രക്തം, മറ്റൊന്നിൽ ജമാഅത്തിലെ മുസ്ലിയാരുടെ രക്തം കൊടുക്ക്. അതേ ലാബിൽ ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ മൂല ഇരിക്കുന്ന മുസ്ലിയാരുടെ തരുമോ?
ആ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. പക്ഷേ പിള്ളേരിറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം അല്ലേ? അതുകൊണ്ടല്ലേ കഴുത്തെ കൊന്തയും തൂക്കി ബൈക്കിനകത്ത് പാഞ്ഞു പോകുന്നവൻ ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി തലപൊട്ടി ആശുപത്രി ചെന്ന് കയറി. അമ്മ അവിടെ നിലവിളിക്കുക, അയ്യോ എൻ്റെ കുഞ്ഞ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി ഉടുത്ത RSSകാരൻ പറയുക, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ RSS അല്ലേ എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അടുത്ത അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. കിഡ്നി തരാൻ വന്നത് പള്ളിയിലെ മുസ്ലിയാർ. വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്തിനധികം പറയുന്നു, കോവിഡ് കാലത്ത് ആഹാരം കഴിക്കാനില്ലായിരുന്നപ്പോൾ ഒരു കിറ്റും കൊണ്ടുവന്നത് പാസ്റ്റർ. ഇന്നലെ വരെ കളിയാക്കിയ പാസ്റ്ററല്ലേ, വേണ്ടാന്നും ആരും പറഞ്ഞില്ല. പറഞ്ഞോ? ആമേൻ. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഇതൊക്കെ വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ചേ. ആമേൻ. അപ്പോൾ ഏകനാൽ പാപം മരണത്താൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഏകനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. ആദാമ്യ പാപം സർവ്വമാനവജാതിയിലേക്കും പ്രവേശിച്ചു. ആമേൻ. അപ്പോൾ മനുഷ്യൻ പാപിയായി. അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. ഇനി മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്ന അണ്ണന്മാർ പല ജംഗ്ഷനിലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാരെങ്കിലും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്നവരാരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാൻ ചെട്ടുകാട് പാപിയുണ്ടോ ഇല്ലയോ. ദൂരെ ഒന്നും പോകണ്ട. ആമേൻ. മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് കടയ്ക്ക് പൂട്ടിട്ട് 1 വലിച്ച് 2 വലിച്ച് 3ാമത്തെ കിലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നത്. എന്നിട്ടും ചിലതിന് ഉറക്കമില്ല. രാത്രി ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചാൽ പറയും, കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ച് വെച്ച് എന്നിട്ട് അതിൻ്റെ പുറകിൽ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാണ് പലരും ഉറങ്ങുന്നത്. എന്തിനാ? മനുഷ്യൻ പാപിയാണ്, അല്ലാതെ അന്യഗ്രഹ ജീവിയെ പേടിച്ചിട്ടൊന്നും അല്ലല്ലോ. അല്ല, മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ളത്, അല്ലാതെ അന്യഗ്രഹത്തിൽ നിന്ന് ആരും വരുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ പാപിയാണ്. പിന്നെ ചില ആളുകൾ പറയും, അയാൾ പറഞ്ഞത് കുറേയൊക്കെ ശരിയാ, മനുഷ്യൻ പാപിയാ, പക്ഷേ ഞാൻ അങ്ങനല്ല. അതെന്താ? ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരോട് പറയാം, ഇവിടെ അടുത്തൊരു ചേട്ടൻ നല്ലൊരു മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ട്. ഈ പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ വിവരം അറിയും. ഇന്ന് വരെ കടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിഷമില്ലെന്ന് അർത്ഥമില്ല. ഇന്ന് വരെ കടിച്ചിട്ടില്ല, ശരിയാ, പക്ഷേ പുറത്തു വരേണ്ട സമയത്ത് അത് പുറത്തു വരും. അതുകൊണ്ടാണ് ഇന്നലെ വരെ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന പല ആളുകളും അടുത്ത ദിവസങ്ങൾ പല നിലയിൽ ക്രിമിനലുകളായി മാറുന്നത്. ഇന്നലെ വരെ അവർ നല്ലവരായിരുന്നു, ശരിയാ, പക്ഷേ പാപമെന്ന വിത്ത് അകത്തിരിക്കുന്നു. അതേതെങ്കിലും സമയത്ത് പുറത്തു വരും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപിയാണ്. ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും പാപികളായി. അടുത്ത ചിന്തയിലേക്ക് വരിക. മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ, പാപത്തിനകത്ത് മനുഷ്യൻ കുടുങ്ങിപ്പോയപ്പോൾ, പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ സ്നേഹവാനായ ദൈവം തൻ്റെ പദ്ധതികൾ ആരംഭിച്ചു. എന്താണ് ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത്? മനുഷ്യൻ തെറ്റിപ്പോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യന് ദൈവം പ്രമാണം കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു മോശയിലൂടെ. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ന്യായപ്രമാണം എന്തിനാ കൊടുത്തത്? ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തതിന് 2 ഉദ്ദേശമുണ്ട്. 2 ഉദ്ദേശം. ഒന്ന്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ ഇവിടെ നിയമം വേണം. വേണ്ടേ? നിങ്ങൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ആ ഹെൽമെറ്റ് എടുത്ത് അതിൻ്റെ സൈഡിൽ തൂക്കിയിടാറുണ്ട്, അല്ലേ? അതിനാ തല വെക്കാത്തതെന്ന് ചോദിച്ചാൽ, തലയെ സൂക്ഷിക്കാനല്ല ഇതെടുത്തുകൊണ്ട് പോകുന്നത്, പോലീസ് വെറ്റിയടിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് സൈഡിൽ തൂക്കിയിടും. അപ്പോൾ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് എന്തിനാ ഇത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, പിഴയടക്കേണ്ടി വരുമെന്നൊരു നിയമം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്, അല്ലേ? അതിനു മുമ്പ് എത്രയോ കാലം ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു, പോലീസ് പിടിച്ചോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിയമമുണ്ടെങ്കിലേ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റൂ. കള്ളം പറയരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രമാണം ദൈവം മോശ മുഖാന്തരം മനുഷ്യന് കൊടുത്തു. എന്തുകൊണ്ട്? പ്രമാണമില്ലാത്ത കാലത്ത് മനുഷ്യന് അറിയില്ല അത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ആരാ? അബ്രഹാം. കള്ളം പറഞ്ഞോ? പറഞ്ഞില്ലേ? ഇന്റർനാഷണൽ കള്ളം അല്ലേ? സ്വന്തം ഭാര്യയെ നോക്കിയിട്ട് അച്ഛനോട് പറഞ്ഞു, എൻ്റെ പെങ്ങളെ അച്ഛൻ വേണം കെട്ടിക്കോളാൻ പറഞ്ഞു. ജീവനെ പേടിച്ചിട്ട് പറഞ്ഞതാ, പക്ഷെ കള്ളമാ പറഞ്ഞത്. എന്നാൽ ദൈവം അതിൻ്റെ പേരിൽ അബ്രഹാമിനെ കീറിക്കളഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാ? അന്ന് അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രമാണമില്ല, നിയമമില്ല. ഇങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ പറയണമെന്ന് പ്രമാണം മോശ മുഖാന്തരം വന്നു. അതുകൊണ്ട് ദൈവം നിയമം കൊടുത്തത് 1, തെറ്റും ശരിയും തിരിച്ചറിയാൻ. 2, ഈ ദേശവാസികൾ ശ്രദ്ധിച്ചു കേട്ടോണം. ന്യായപ്രമാണം മോശയിലൂടെ ദൈവം മനുഷ്യർക്ക് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ, 2ാമത്തെ ഉദ്ദേശം മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള കർമ്മ പുണ്യക്രിയ പൂജാദികൾ കൊണ്ടും അവൻ്റെ അകത്ത് കയറിയ പാപം പുറത്തു പോകത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെടണം.
അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ അവൻ അംഗീകരിക്കുകയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഈ മോശയിലൂടെ കൊടുത്ത ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞ് ഇന്നും വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം നിങ്ങളെ പബ്ലിക്കായി വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം ഉറക്കെ വായിച്ചുകൂടെ? എബ്രായർ 10:11 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കുക. ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. കണ്ടോ? പുരോഹിതന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർ ദിവസേന ശുശ്രൂഷിക്കുന്നുണ്ട്, പാപത്തെ പരിഹരിക്കാൻ ഒരു കഴിവില്ലാത്ത യാഗങ്ങൾ കൂടെ കഴിച്ചുകൊണ്ട് ഇവർ നിൽക്കുകയാണെന്ന്. നമ്മൾ ആരെങ്കിലും ആണോ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുക. എന്നാൽ അടുത്ത വാക്ക് നിങ്ങൾ കേട്ടെ. എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തുമിരിക്കുന്നു. എബ്രായർ 10:11. അങ്ങനെ തന്നെ അല്ലേ? അതാ പറഞ്ഞത്. മനുഷ്യന്റെ കർമ്മ പുണ്യക്രിയാദി പ്രവർത്തികൾക്ക് അവൻ്റെ അകത്ത് കയറിയ പാപം മോചിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഒരു വാദത്തിന് കഴിയുമെന്നങ്ങ് ഇരിക്കട്ടെ. പെന്തക്കോസ്തുകാർ പറയുന്നത് തെറ്റാ, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ശരിയാ. ഈ പൂജ കൊണ്ടോ കർമ്മം കൊണ്ടോ ക്രിയ കൊണ്ടോ യാഗം കൊണ്ടോ ബലി കൊണ്ടോ ഒക്കെ പാപം മോചിക്കാൻ കഴിയുമെന്നിരിക്കട്ടെ ഒരു വാദത്തിന്. അങ്ങനെയാണെങ്കിൽ ഒരു മറുചോദ്യം, പിന്നെ യേശു വന്നതും ചത്തതും എന്തിന്? അതിപ്പോൾ ആർക്കായാലും ബോറടിക്കത്തില്ലേ? സ്വർഗത്തിൽ കുറേ കാലം ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നാൽ പിന്നെ ഭൂമിയിലേക്ക് പോയി 2 അടിയും തുപ്പും ഒക്കെ ഏറ്റൊന്ന് ചത്തേക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളോ? അങ്ങനെ വന്നെയാണോ? അങ്ങനെ അല്ല കുഞ്ഞെ, കണ്ണു തുറക്ക്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ ക്രൂശിലേക്ക് നടന്നു കയറിയവൻ. മനുഷ്യൻ്റെ പാപം മോചിപ്പിക്കാൻ മനുഷ്യൻ്റെ പുണ്യ ക്രിയാദി പ്രവൃത്തികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ യേശു വരേണ്ട ആവശ്യമുണ്ടോ? പറ. യേശു വരേണ്ട ആവശ്യമില്ല. ഇത് കണ്ണു തുറക്ക. ഇത് മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര ഡിഗ്രി ഒന്നും വേണ്ട. മിനിമം ചിന്തിക്കുന്നവന് മനസ്സിലാകും. അതുകൊണ്ടാണ് യേശു സകല മഹത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത്, നമ്മിൽ ഒരുവനെ പോലെ വന്നത്. അതുകൊണ്ടാണ് നിയമം കൊടുത്തത്. മനുഷ്യൻ്റെ പുണ്യ കർമ്മ ക്രിയാദി പ്രവർത്തികൾ കൊണ്ട് അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വാസത്താൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കത്തുള്ളൂ. അത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണെന്ന്. അതിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ക്യാൻസർ രോഗി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു അച്ചായൻ. ഈ അച്ചായനോട് നിങ്ങൾ പറയുക, അച്ചായ ദേ അപ്പുറത്ത് ജോബ് പാസ്റ്ററുടെ ചർച്ചിൽ 21 ദിവസം ഉപവാസം നടക്കുക, വലിയ പ്രാർത്ഥനയൊക്കെയാ, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ഉടനെ ഈ അച്ചായൻ എന്ത് പറയും? പെന്തിക്കോസിൽ പോകാനോ? ഞാനോ? നീ എന്താ ജോലി നോക്കടി, പെന്തക്കോസ് അവിടെ പോയി മൂട്ടിട്ടടിച്ച് ഉള്ളു നടത്ത് ഞാൻ പറയണോ? അല്ലേ? അങ്ങനെ അതിനേക്കാൾ നല്ല ക്യാൻസർ വന്ന് ചാകുന്നതെന്ന് പറഞ്ഞു. പുള്ളി വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, അച്ചായ വയനാട്ടിലെ കേളുവൈദ്യൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, അവിടെ ഒന്ന് ചെന്ന് നോക്കിയാൽ ഇത് മാറ്റം വരുമെന്ന് പറഞ്ഞു. എന്നാൽ പോയക്കടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ വയനാട്ടിൽ പോയി കേളുവൈദ്യൻ ആവുന്ന വഴി നോക്കി വെച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കുന്ന കേസ് അല്ല. അപ്പോൾ പുള്ളി വേറെ ആൾ പറഞ്ഞു, കർണാടകയിൽ ഒരു വൈദ്യൻ എഴുന്നേറ്റിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിൽ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അവിടെ പോയി കർണാടകയിൽ ചെന്ന് പുള്ളി പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസ് അല്ല. അവിടുന്ന് ഒരാൾ പറഞ്ഞു, മലേഷ്യയിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന്. വിട്ടില്ല, ഫ്ലൈറ്റ് എടുത്ത് നേരെ മലേഷ്യയ്ക്ക് പോയി. അങ്ങനെ മലേഷ്യയിലും പോയി കറങ്ങി തിരുവനന്തപുരത്ത് വന്ന് എല്ലാം കഴിഞ്ഞ് പുള്ളി എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് നേരെ എവിടെ വന്നു? വീണ്ടും വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ മറ്റേ കക്ഷി വന്നിട്ട് പറഞ്ഞു, അച്ചായ അവിടെ ഇനി ഒരു 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്നങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചാൽ ഉടനെ ഈ പുള്ളി പറയും, എന്നാൽ പിന്നെ ഒന്നങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് മനുഷ്യൻ. മനസ്സിലായോ? അവനാവുന്ന പണി 58 നോക്കി പരാജയപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിനെ ആശ്രയിക്കത്തുള്ളൂ. അത് മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് മനുഷ്യന് നിയമം പ്രമാണം കൊടുത്തതിൻ്റെ ഉദ്ദേശം അവൻ്റെ പ്രവർത്തി കൊണ്ട് അവൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കത്തില്ലെന്ന് അവന് ബോധ്യപ്പെടണം. അതിൻ്റെ തെളിവ് എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ മനുഷ്യന് പ്രമാണം കൊടുത്തു. എന്നാൽ പ്രമാണത്തിൽ നിന്നുകൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കത്തില്ലെന്ന് ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുത്തിയിട്ട് സ്വർഗത്തിലെ ദൈവം അടുത്തൊരു പദ്ധതി ഒരുക്കി. എന്താണെന്നറിയാമോ? മോശയോട് പറഞ്ഞു, മരുഭൂമിയിൽ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുക.
എന്തിനാ? അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരണത്തിലേക്ക് പോകുന്ന ആളുകൾ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് നോക്കി പൂവിടണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, മറ്റെന്തെങ്കിലും കർമ്മക്രിയകൾ ചെയ്യേണ്ട, പകരം ഉയർത്തപ്പെട്ട ആ താമ്രസർപ്പത്തെ ഒന്ന് നോക്കിയാൽ മതി, മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കും. വിശ്വാസത്താൽ മനുഷ്യന് രക്ഷയുണ്ട് എന്ന് ഇസ്രായേലിന് തെളിയിച്ചു കൊടുത്ത ഒരു ഡെമോ, ഒരു പ്രസൻറ്റേഷൻ മരുഭൂമിയിൽ ദൈവം നടത്തി. ഇതെന്തിനു വേണ്ടിയായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് സാക്ഷാൽ ദൈവമായ മിശിഹ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിന്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. കണ്ടോ? നരകത്തിന്റെ മരണശിക്ഷയിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ കാൽവരിയിൽ ഉയർത്തപ്പെടണം. ആമേ. കാൽവരി യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മാത്രമേ മനുഷ്യനെ നരകത്തിന്റെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കാൻ കഴിയൂ എന്ന യേശുക്രിസ്തുവിന്റെ പ്രസ്താവന. ആമേൻ. മനസ്സിലായോ? അതുകൊണ്ട് മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയിട്ട് ഒന്ന് നോക്കിക്കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ദൈവം ഒരു ഡെമോ കാണിച്ചു കൊടുത്തു. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ആമേൻ ഒരു വലിയ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ മരുഭൂമിയിൽ സർപ്പത്തെ ഉണ്ടാക്കാൻ മോശയോട് പറഞ്ഞത് ദൈവമല്ലേ? അതെ, അങ്ങനെയാണ് ഞങ്ങളും ചിലതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആരും പിണങ്ങണ്ടാന്ന്. ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് മോശ ഉണ്ടാക്കിയതെങ്കിൽ ഞങ്ങളോടും ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ആമേൻ. വേദനയോടെ ഞാൻ പറയട്ടെ, ഉണ്ടാക്കുന്നത് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുകൂടെ പഠിപ്പിക്കണം. അപ്പോൾ വിഷമം മാറും. ആമേ. ഒന്ന് വായിച്ചു കൊടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്നുറക്കെ മൈക്കിൽ കൂടെ വായിച്ചേ. വേഗം വായിച്ച് 2 രാജാക്കന്മാർ 18:1. ഇസ്രായേൽ രാജാവായ ഏലിയുടെ മകനായ ഹോശേയയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ശ്രദ്ധിച്ചോ? വലിയ ഡിഗ്രി ഒന്നും വേണ്ട, ലളിതമായി പറഞ്ഞു തരാം. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രാജഭരണത്തിലേക്ക് വന്നു. അടുത്ത വാക്ക്. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ രാജാവായത് എത്രാം വയസ്സിലാ? 25-ാമത്തെ വയസ്സിൽ രാജാവായി. അടുത്ത വാക്യം. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25 വയസ്സിൽ രാജാവായവൻ എത്ര വർഷം ഭരിച്ചു? 29 വർഷം ഭരിച്ചു. അടുത്തത്. അവന്റെ അമ്മയ്ക്ക് അബി എന്ന് പേര്. അവന്റെ അമ്മയുടെ പേര് അബി എന്നായിരുന്നു. ഇനിയിപ്പോ എന്നാ കുഴപ്പം? നല്ല പേരല്ലേ? ആയിക്കോട്ടെ. അടുത്തത്. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? സെഖര്യാവിന്റെ മകളായിരുന്നു അവന്റെ അമ്മ, പ്രശ്നമില്ല. വായിച്ചോ. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അപ്പൊ ഈ പുള്ളി, ഈ ഭരണകർത്താവ് രാജാവ് ഹിസ്കിയാവ് യഹോവയായ ദൈവത്തിന് പ്രസാദമുള്ളതാണ് ചെയ്തതെന്ന്. ഇഷ്ടക്കേടല്ല, പ്രസാദമുള്ളതാണ് ചെയ്തതെന്ന്. എന്താ പ്രസാദമുള്ളത്? വായിക്കേ. അവൻ പൂജാഗിരികളെ നീക്കി. ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യം, പൂജാഗിരികളെ നീക്കി. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠയെ പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു. അടുത്തത്. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. കണ്ടോ? അപ്പൊ ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഉടച്ചതും കൂടെ പഠിപ്പിക്കണം. മനസ്സിലായോ? മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ആമേൻ ഹിസ്കിയാവിൻ്റെ ഭരണകാലത്ത് ഉടച്ചു കളഞ്ഞു. അത് യഹോവയ്ക്ക് പ്രസാദമുള്ള പ്രവൃത്തിയായിരുന്നെന്ന് ഞങ്ങളാരുമല്ല പറഞ്ഞ, ബൈബിളാ പറഞ്ഞത്. ആമേൻ. എന്നാൽ അടുത്ത വാക്യം എന്തുകൊണ്ടാണ് ഉടച്ചെന്ന് കാരണം അറിയണ്ടേ? എന്തിനാ ഉടച്ചേ? പറ. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടാൻ തുടങ്ങി. അതിന് നെഹുഷ്ടാൻ എന്ന് പേരായിരുന്നു. കണ്ടോ? അപ്പൊ തമ്പുരാൻ മരുഭൂമി മോശയോട് ഉയർത്തലാന്ന് പറഞ്ഞു. മോശ ഉയർത്തി. ആ വിഷയം കഴിഞ്ഞു. മനുഷ്യൻ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചു. ദൈവവും വിഷയം വിട്ടു, മോശയും വിട്ടു. എന്നിട്ട് ഇസ്രായേൽ ജനം വിട്ടില്ല. അവരെടുത്തോണ്ട് പോയി ഒരു കണ്ണാടി കൂട്ടി വെച്ചൊരു പേര് വിട്ടു, നെഹുഷ്ടാൻ. എന്നിട്ട് അതിന്റെ മുമ്പ് ഈ ധൂപം അങ്ങോട്ട് ആട്ടാൻ തുടങ്ങി. തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാന്ന്. ഇതാണ് വിഷയം. പിടി കിട്ടിയ? ഇന്നും അങ്ങനെയാ. പലതും ദൈവം വിട്ടാലും മനുഷ്യൻ വിടുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞ രസകരമായ ഒരു കഥ ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞൊരു കഥ ഇങ്ങനെയാ. ഒരു അച്ഛനും കപ്പ്യാരും കൂടെ പള്ളിയിലേക്ക് എന്തോ പോകുന്നൊരു വഴിയായിരുന്നു. പോയ സമയത്ത് ആ പള്ളിയിലെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വഴി നടന്നു വരിക. അപ്പോൾ ഒരു ഇടുങ്ങിയ ചെറിയൊരു കുഞ്ഞു പാലം, പലക ഇട്ട് വെച്ച് ഉണ്ടാക്കിയ ഒരു പാലം. ആ പാലം ഇങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട്. അച്ഛൻ ഉടനെ പറഞ്ഞു, മോളെ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ നിൽക്ക്, അത് പൊളിഞ്ഞു കിടക്കുക, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് വന്ന് ആ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ച് പയ്യെ വീഴാതെ ആ പാലം കടത്തി കര വിട്ടു. എന്നിട്ട് അച്ഛനും കപ്പ്യാരും കൂടെ അങ്ങ് പള്ളിയിലോട്ട് പോയി. ആ പള്ളിയുടെ അടുത്ത് ചെന്നപ്പം കപ്പ്യാർ പറഞ്ഞു പോലും, എന്നാലും അച്ഛൻ ചെയ്തത് അത്ര ശരിയായില്ല. എന്നാന്ന്? അല്ല, ആ പെങ്കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്നത് മോശമായി പോയെന്ന്. ഉടനെ അച്ഛൻ പറഞ്ഞു, എടാ പൊന്നു കപ്പ്യാരെ, പാലം കിടന്നപ്പോഴേ ഞാൻ ആ കൈ വിട്ടു, എന്നിട്ട് നീ ഇതുവരെ
വിട്ടിട്ടില്ലെന്ന്. അതാണ് മനുഷ്യൻ, അല്ലേ? അച്ഛൻ വിട്ടിട്ടും കപ്പ്യാർ വിട്ടിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ആമേൻ, ദൈവം വിട്ടാലും വിടാത്ത മനുഷ്യരുണ്ട്, അല്ലേ? പോട്ടെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അല്ലാതെ അതെടുത്ത് കൊണ്ടുവച്ച് നീ ആരാധിച്ചൊന്നും ദൈവം പറഞ്ഞില്ല. അങ്ങനെയൊന്നും അറിവില്ലായ്മ പഠിച്ചു വെക്കരുത്. അങ്ങനെ മോശ മുഖാന്തരം താമ്രസർപ്പത്തെ ഉയർത്തി വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു പ്രദർശനം മരുഭൂമിയിൽ കാണിച്ചു കൊടുത്തിട്ട് ദൈവം അടുത്ത പദ്ധതി ആവിഷ്കരിച്ചു. എന്താണ് അടുത്ത പദ്ധതി? പ്രവാചകന്മാരെ അയച്ചു. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ പ്രവാചക വൃന്ദത്തെ അയച്ചു. ആമേൻ. പ്രവാചക വൃന്ദത്തെ അയച്ചുകൊണ്ട് പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അങ്ങനെ ലോകത്തിൽ സാക്ഷാൽ ദൈവമായ മശിഹ അവതാരമെടുക്കുവാൻ കന്യകയായ ഒരു സഹോദരിയെ തിരഞ്ഞെടുത്തു. ആ സഹോദരിയുടെ പേരാണ് മറിയ എന്ന് പറയുന്ന സഹോദരി. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഭൂതലത്തിൽ ഇത്രയധികം ഭാഗ്യം ലഭിച്ച മറ്റൊരു പെണ്ണും ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലേ? അതുപോലൊരു ഭാഗ്യം ലോകത്തിൽ ഏതെങ്കിലും സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ സ്വോത്രം പോയാൽ അത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടൊന്ന് സ്തുതിച്ചേ. അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആ സഹോദരിയെ പോലെ ഭാഗ്യം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രതിഫലം പ്രാപിക്കുന്നൊരു ദിവസമുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കാൻ ഭാഗ്യം ലഭിച്ച യേശുവിൻ്റെ അമ്മയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇത് കേട്ടപ്പം ചിലർ അവിടെ നിന്ന് പറയാം, അപ്പോൾ പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരല്ലേ എന്ന്. അത് ഞാൻ പിന്നാലെ പറയാം. ആമേൻ. ചിലർ അങ്ങനെ പറയുന്നത്. നമുക്കെന്തില്ല? അമ്മയില്ലാത്ത ഈ അറിവില്ലായ്മ പഠിച്ചു വെക്കരുത്. ഉണ്ടോ ഇല്ലയോ എന്ന് ബൈബിളിലെ വാക്യസഹിതം തെളിയിച്ചേച്ച് ഞാൻ പ്രസംഗം നിർത്തൂ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന പ്രവാചക ശബ്ദം പിന്നെയും വന്ന് പ്രവാചകന്മാർ, മീഖ പ്രവാചകൻ കാലഘട്ടങ്ങൾക്ക് ശേഷം വന്ന് പറഞ്ഞു, ആ രക്ഷകനായി വരുന്ന മശിഹ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജ് ജനിക്കുമെന്ന്. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ജനിച്ച ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തുവല്ലാതെ ഒരുത്തനും അങ്ങനെ ജനിച്ചിട്ടില്ല. ആമേൻ. പ്രസംഗിക്കാതിരിക്കാൻ ഒക്കുമോ യേശുവിന്? നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി നല്ല മാതൃക കാണിച്ച് ജീവിച്ചു തന്ന നല്ല കർത്താവ്. ആമേൻ. അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ചില ആളുകൾ പറയും, അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിച്ചാൽ മതി. അവിടെ വീഞ്ഞു തീർന്നപ്പോൾ മധ്യസ്ഥം വഹിച്ചത് ആരാണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ. ഞാൻ പലതവണ പല ആവർത്തി വായിച്ചു. അവിടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ മധ്യസ്ഥം വഹിച്ചെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ലോകത്തിലുള്ള ഒരു ബൈബിളിലും എനിക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് ഒന്നിച്ചൊന്ന് തുറന്ന് നോക്കാം. ചിലപ്പോൾ എൻ്റെ തെറ്റാണ്, നിങ്ങൾ തിരുത്തിയാൽ മതി. ഒന്നിച്ചൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പറയുന്ന പോലെ ആണോ പുസ്തകത്തിൽ എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ശ്രദ്ധിക്കുക. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ആണോ? അങ്ങനാണോ? യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആണോ? യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആണോ? അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ അവൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനാണോ? അവൻ അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആണോ? ഇങ്ങനെ തന്നെ ആണോ? അതോ ഞാൻ സ്വന്തമായിട്ട് വല്ലതും വ്യാഖ്യാനിച്ചോ? ഇല്ല. എന്നാൽ ഇനി കേട്ടോ, ആ ചിന്ത ആദ്യം മുതൽ ചിന്തിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി, ഒരു കല്യാണ വീട്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അമ്മ ഓൾറെഡി അവിടെ ഉണ്ട്. കർത്താവിനെ ശിഷ്യന്മാരെയും വരണമെന്നും പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ക്ഷണമനുസരിച്ച് വന്നു വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അമ്മ മോനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അത് ബൈബിളിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന മധ്യസ്ഥം അങ്ങനല്ല. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അങ്ങനെ ആരെങ്കിലും വന്ന് അവിടെ അമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മേ, വീഞ്ഞില്ല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, പറഞ്ഞോ? ഇല്ല. അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിലുണ്ട്. അമ്മയോട് ആരും പറഞ്ഞത് ഞാൻ ഇന്ന് വരെ ഒരു ബൈബിളിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി തെറ്റാണ്, നിങ്ങൾ തിരുത്തിയാൽ മതി. അപ്പം നിങ്ങൾ ചോദിക്കും, അമ്മ മോനോട് പറയണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടല്ലേ? അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ. വീട്ടിലുള്ളവർക്കല്ലേ, അവിടുത്തെ പ്രത്യേകിച്ച് സൗകര്യമാർക്കല്ലേ ആഹാരത്തിലെ കുറവ് അറിയാൻ പറ്റും.
ആമേൻ. ഇനി എന്തുകൊണ്ട് അമ്മ മോനോട് പറയാം, ആ മുമ്പിൽ നിൽക്കുന്ന മകൻ സാക്ഷാൽ ദൈവമാണെന്നും അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്നുള്ള വെളിപ്പാട് ലഭിച്ച ഒരേ ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ മറിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. അവിടെ കൂടിയിരിക്കുന്ന മറ്റൊരുത്തനും അറിയത്തില്ല ഈ നിൽക്കുന്ന പുള്ളി ആരാന്ന്. ഇവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് ദൂതൻ ഇടപെട്ടത് അമ്മയോടാ. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഈ നിൽക്കുന്ന പുള്ളി ആരാന്ന്. അവിടെ ചെന്നിട്ട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞു. അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കൂടി നിന്ന സകലർക്കും പിടികിട്ടി ഇവൻ ആരാ പുള്ളിയെന്ന്. അതുകൊണ്ടാണ് അതിനുശേഷം ഒടിഞ്ഞതിനെയും ചതഞ്ഞതിനെയും എല്ലാത്തിനെയും വലിച്ചു വാരിക്കൊണ്ട് ജനം യേശുവിൻ്റെ അടുക്ക വന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളു കാര്യം. അതുകൊണ്ട് അമ്മ വേണ്ടെന്നാണോ? അല്ലല്ല, ഞാൻ പിന്നെ പറയാം, അവിടെ നിൽക്കേ. അപ്പോൾ ആമേൻ, അത്ഭുതങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവൃത്തി ആരംഭിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ സർവ്വമാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരമാകുന്ന പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചട്ടുകാട് ദേശവാസിയെ, നിന്റെ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിനക്കൊരു കാഴ്ച കാണാം. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്രിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എൻ്റെ കർത്താവ് വായ് തുറക്കാതിരിക്കും കണ്ടോ? ഓരോ ചട്ടവാറടിക്കും പീസു പീസായി മാംസ കഷ്ണങ്ങൾ ഇളകി തെറിച്ചു പോകുമ്പോൾ ഒറ്റ വാക്കുകൊണ്ട് കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുന്ന കൽപ്പിച്ച മഹാദൈവം വായ തുറക്കാതിരുന്നത് നിനക്ക് വേണ്ടി. ആമേൻ. കർത്താവ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ റോമൻ ഭരണകൂടമൊക്കെ കത്തിച്ചാമ്പലായി പോകുമായിരുന്നിട്ട് കൂടി അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരിക്കുന്ന കണ്ടോ? ആമേൻ. തലയിൽ മുൾക്കിരീടം ആഞ്ഞാഞ്ഞടിച്ചു കയറ്റി ആമേൻ താഴേക്ക് പതിക്കുവാൻ ഒറ്റ തുള്ളി ചോര ബാക്കിയില്ലാതെ ആമേൻ വെള്ളം പുറപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി ആമേൻ യേശുക്രിസ്തു എന്ന സാക്ഷാൽ ദൈവം മരണം വരിച്ചത് സ്നേഹിത നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്തു. ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ ചെട്ടിക്കാട് ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരൻ്റെ കല്ലറ കൊണ്ട് യേശുക്രിസ്തു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ അബ്ദുൽ സലാം വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച പ്രവാചകന് വേണ്ടി ഇവിടെ ഒരു സഭയുണ്ടാകത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും ആമേൻ ഇവിടെ ഏതെങ്കിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ചട്ടുകാരനോട് അത്യുച്ചത്തിൽ ഷമീർ അബ്ദുൽ സലാം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അത് പറയാനാ ദൈവം അയച്ചേ. അത് പറഞ്ഞേച്ചേ പോകൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഉലകമഹാന്മാരകലരും ഒരുപോൽ കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ അകത്ത് യേശു ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ അറിയാൻ വേണ്ടി ഒന്നുകൂടെ ചോദിക്കുക, നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നോ യേശു ഇന്നും ജീവിക്കുന്നെന്ന്? ശരിക്കും സത്യമായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് പല വീട്ടുകളിലും യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. ആന്ന് സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നോ ജീവിക്കുന്നെന്ന്? ആമേൻ. ഒത്തിരി സന്തോഷമായി. ആമേൻ. ഈ ജോബ് പാസ്റ്റർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആമേ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ജോബ് പാസ്റ്റർ മോനുണ്ടല്ലോ, ഈ മോൻ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ആണി അടിച്ച് അവിടെ കൊണ്ടിട്ടൊരു മാലം വെച്ച് തിരിയും കത്തിച്ചിട്ട് ഫോട്ടോയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ ഓർപ്പിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
പറ. ജീവനോടെ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ്റെ ചങ്ക് പടയ്ക്കും. ശരിയാണോ? പറ. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ അനുവദിക്കും അങ്ങനെ ചെയ്യാൻ? ഇല്ല. പറ. ഈ മനുഷ്യൻ്റെ ചങ്ക് പടയ്ക്കും. ഒരു വടിയെടുത്ത് അവൻ്റെ ചന്തിക്കിട്ടൊരു പെടപടച്ചിട്ട് ചോദിക്കും, എടാ എന്നാടാ ഈ കാണിക്കുന്നത്? വടി കൊണ്ടുപോലെ ജീവനോടിരിക്കുന്ന എൻ്റെ ഫോട്ടോ മാല വെച്ച് വെച്ച് 100 രൂപ തരാനോ? പോടാതെന്ന് പറഞ്ഞവനെ അടിച്ചോടിക്കും അല്ലേ? ഈ അപ്പൻ്റെ ഹൃദയം പിടഞ്ഞെങ്കിൽ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ജീവനോടെ ഇരുന്ന് പക്ഷപാതം കഴിക്കുന്ന 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത് ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ ഹൃദയം എത്ര പിടയുന്നുണ്ടാകും ക്രിസ്ത്യാനി? ആമേൻ. സമ്മതിക്കുമോ നിങ്ങളെ? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് 3 ആണി കൊണ്ട് തീർന്നില്ല കേട്ടോ. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. മറുപടി സംസാരിക്കുന്ന ദൈവമാണ്. അവൻ അരുളി ചെയ്യുന്നവനാണ്. അവൻ ഇന്നും ജീവിക്കുന്നവൻ. ബൈബിൾ ചോദിക്കുന്നു, ഹേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ഇന്ന് രാത്രി ഈ തീരദേശത്തോട് അത്യുച്ചത്തിൽ അഭിമാനത്തോടെ വിളിച്ചു പറയാം, യേശു ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റ് 40-ലധികം പ്രാവശ്യം ശിക്ഷഗണത്തിന് പ്രത്യക്ഷനായി. ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയമെത്തിയപ്പോൾ ഒരു അന്ത്യകൽപ്പന ശിക്ഷഗണത്തിന് കൈമാറി. എന്താണ് അന്ത്യകൽപ്പന? വായിക്കാം. മത്തായി സുവിശേഷം 28:18. യേശു അടുത്തു ചെന്നു. വായിച്ചേ കുഞ്ഞേ. മത്തായി 28:18. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പരിപാടി തുടങ്ങിക്കോ. ഇത് പെന്തീക്കോസുകാർ സ്ഥാപിച്ചതല്ല. എനിക്കും നിനക്കും വേണ്ടി പ്രാണനെ തന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രേത്തുകാരന്റെ അന്ത്യകൽപ്പന. അപേക്ഷയല്ല, യാതനയല്ല, കൽപ്പന. പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയെയും സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ആ കർത്താവിന്റെ കൽപ്പനയാ പൊട്ടന്മാരെ പോലെ ഞങ്ങൾ ചെയ്യുന്നത്. ആമേൻ. അപ്പൊ ചില അണ്ണന്മാർ വന്ന് ഇത് നിർത്താൻ പറഞ്ഞാൽ, കുഞ്ഞെ, നിന്നേക്കാൾ അധികം സൃഷ്ടിച്ചവനെ അനുസരിക്കണം. അതുകൊണ്ട് നിർത്താൻ ഒക്കുകയില്ല. മനുഷ്യനുള്ള കാലത്തോളം, ഭൂമി ഉള്ള കാലത്തോളം ഈ സുവിശേഷത്തിൻ്റെ വിളംബരം അത് നടന്നുകൊണ്ടേയിരിക്കും. അതൊരു മനുഷ്യനെ കൊണ്ടും തടയിടാനൊക്കത്തില്ലെന്ന് ഇന്ന് രാത്രി തീരദേശ മണ്ണിൽ നിന്നുകൊണ്ട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ അന്ത്യകൽപ്പന ഏൽപ്പിച്ചത് ഷമീറിനോടും അവിടെ ഇരിക്കുന്ന സത്യം പാസ്റ്ററോടും ഇവിടെ ഇരിക്കുന്ന നാരായണൻകുട്ടി പാസ്റ്ററോടും അല്ല. ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന് ക്രൈസ്തവ ലോകം അഭിമാനത്തോടെ പറയുന്ന പത്രോസ്ലീഹായോടും കൂട്ടരോടും പറഞ്ഞ് പുറപ്പെട്ട് സകല സൃഷ്ടിയോടും പറയാൻ. അവർക്ക് പുറപ്പെട്ടു പോകാനും തെരുവിൽ നിൽക്കാനും ലജ്ജ ആയതുകൊണ്ട് എന്നാൽ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചില്ല. പകരം തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്തു വിളിക്കും. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിക്ക് നാണക്കേടായപ്പോൾ പാരമ്പര്യത്തിൻ്റെ അപ്പുറത്തെ സ്വർഗം വിളിച്ചു. ഷമീറിനെയും നസീറിനെയും സിയാദിനെയും നാരായണനെയും മുഹമ്മദ് കുട്ടിയെയും വിജയനെയും സത്യനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം അറിയിക്കാൻ. ആമേൻ. നിങ്ങൾ മിണ്ടാതിരി എന്ന് ഈ കല്ലുകൾ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വായിക്കാം. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ ശിക്ഷകണം ആകാശത്തിലേക്ക് കണ്ണും നട്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:11. 2:47 വരെ എത്തണം വേഗം. വായിച്ചു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? സ്വർഗത്തിൽ നിന്ന് മാലാഖവൃന്ദം വെളിപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, ഇതേ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മൾ ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നാം ഓരോ ദിവസവും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ.
നിസാരപ്പെട്ട സോപ്പ് കുമളയ്ക്കകത്ത് ചത്തുപോകുന്ന സാധനത്തിൻ്റെ മുമ്പിൽ ഇവിടുത്തെ സകല കണ്ടുപിടുത്തങ്ങളും പകച്ചു നിന്നു. യേശു വരാറായി. പ്രൈസ് ദി ലോർഡ്. മരുന്നില്ലെന്ന്, പകരം സോപ്പ് വെച്ച് കഴുകിയാൽ ചത്തുപോകുന്നു. എന്നാൽ പിന്നെ സോപ്പ് വെള്ളം കുത്തി വെച്ചാൽ പോരെ? ഒക്കുവോ? ഇല്ല. അതാണ് തമ്പുരാൻ്റെ പണി. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവായി മടങ്ങി വരും എന്ന ദൂതസംഘത്തിൻ്റെ പ്രഖ്യാപനം. ആമേൻ. അത് കേട്ടിട്ട് ശിഷ്യഗണം എന്ത് ചെയ്തു? വായിച്ചു കൊടുമോളെ ഉറക്കെ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. യെരൂശലേമിലേക്ക് അവർ തിരിച്ചു വന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്തിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി നാട്ടുകാരൊന്ന് കേട്ടോണം ഈ വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്ന് നോക്കിക്കോണം ഇങ്ങേര് പറഞ്ഞത് അങ്ങനെ തന്നെ ആണോ എന്ന്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഈ 4-ാമത്തെ ദിവസം പരസ്യപ്പെടുത്തുകയാണ്. ആമേൻ. സന്തോഷമല്ലേ? ചിലർക്ക് അങ്ങനെ സന്തോഷമുണ്ട്. കസേര സ്പോൺസർ ചെയ്ത ഞാനാണ് എന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു സന്തോഷമാണ്. അതുപോലെ മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെല്ലാം കാതു തുറന്ന് കേട്ടോണം. വായിക്കുമോളെ പേര് വിവരങ്ങൾ. പത്രോസ്. ആരാ? നിക്ക്. ആരാ ഈ പത്രോസ്? ഞാൻ പറഞ്ഞു, ക്രൈസ്തവ ലോകം ഒന്നടങ്കം 1-ാമത്തെ മാർപ്പാപ്പ എന്ന ബഹുമാനത്തോടെ കാണുന്ന അഭിവന്ദ്യ കർത്തൃദാസന അപ്പോസ്തലൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും ഇതൊന്ന് കേട്ടോണം. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് മാളിക മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരൊക്കെ ഉണ്ട്? പത്രോസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയയും ഉണ്ട്. നമ്മൾ എഴുതിയതാണോ ഇത്? അല്ല. എല്ലാ ബൈബിളിലും ഇല്ലയോ? ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസുകാർ വന്നെന്നാണോ? പറ, അങ്ങനാണോ? അല്ല. പിന്നെ എന്ത് വന്നു? പെന്തക്കോസ്ത് നാള് വന്നു. അതുകൊണ്ട് കേൾക്കുന്നവർ തിരിച്ചറിഞ്ഞോണം, പെന്തക്കോസ് ഒരു മതമല്ല, പെന്തക്കോസ് ഒരു സംഘടനയല്ല, പെന്തക്കോസ് കാറെന്ന് പറഞ്ഞൊരു കാറുമില്ല, പെന്തക്കോസ് നാളെന്ന് പറഞ്ഞൊരു നാളേ ഉള്ളൂ. പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. 50-ാം പെരുന്നാൾ, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കുസ്ത പെരുന്നാൾ വന്നു കേട്ടോ. അതുകൊണ്ട് വെന്തിക്കോസ്, ബുന്തുക്കോസ്, പെന്തക്കോസ് എന്നൊന്നും പറയണ്ട. പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ ദിവസം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കുമോളെ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അയ്യോ, ആകാശത്ത് നിന്ന് ഒരു ഭയങ്കര മുഴക്കം. ഇന്നത്തെ ആളുകളെങ്ങാണെ പോലീസിനെ വിളിപ്പിച്ചിട്ട് മൈക്ക് സാങ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചേനെ. ഇത്രയും വലിയ മുഴക്കം കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങണ്ട, കൊച്ചിന് പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സാങ്ഷൻ ചോദിച്ചേനെന്ന്. സ്വത്രം. അന്ന് മുഴക്കം ഉണ്ടായി. ആരും സാങ്ഷൻ ഒന്നും ചോദിക്കാൻ ഇറങ്ങിയില്ല. കാരണം ദൈവത്തിൻ്റെ മുഴക്കമാണ്. ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിനകത്തുനിന്ന് പത്രോസും യൂദാസ് ലീഗായും തോമാസ് ലീഗായും അമ്മയൊക്കെ എഴുന്നേറ്റ് പോയിട്ട് ബാക്കിയുള്ളവർ നിറഞ്ഞെന്നാണോ? അല്ല, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചോദ്യം, ഈ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടത്തെ നാട്ടുകാരെന്ത് വിളിക്കണേ? പറ. പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാം തരം പെന്തക്കോസുകാരിയാണ് മറിയ. ആമേൻ. 1-ാം തരം പെന്തക്കോസുകാരനാണ് പത്രോസ്. 1-ാം തരം പെന്തക്കോസുകാരാണ് തോമാസ് ലീഗ. 1-ാം തരം പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. നിങ്ങളുടെ കൈ ഫോട്ടോയേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞത്. ആമേൻ. ജീവനോടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞെന്ന് പെന്തിക്കോസുകാർ എഴുതി വെച്ച പുസ്തകമല്ല വായിച്ചത്.
ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപ്പുള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനമാ വായിച്ചത്. സുനഹദോസ് കൂടി അംഗീകരിച്ച വചനം. അല്ല, ഞങ്ങളാരും പൊക്കിക്കൊണ്ടുവന്നതല്ല. ആമേൻ. പിടികിട്ടിയോ? ആമേൻ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് തുടങ്ങിയതാ, ഇന്നും നിർത്തിയിട്ടില്ല. ആമേൻ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ ആത്മനിറവിൽ ഒരുത്തൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പത്രോസ് ലീഗ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. സർവ്വ മനുഷ്യരോടും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതൊക്കെ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കേ 2:37. ഇത് കേട്ടിട്ട് പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടു. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ ദൈവവചനം കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ അകത്തൊരു കുത്തുകൊള്ളുന്നെങ്കിൽ ഉറപ്പിച്ചോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ കുത്തുകൊള്ളും. അത് പ്രസംഗിക്കുന്നവൻ പരിശുദ്ധാത്മാവിലായതുകൊണ്ടാ. മനസ്സിലായോ? ബൈബിളിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിച്ചാൽ എന്തുകൊള്ളും? കുത്തുകൊള്ളും. കുത്തുകൊള്ളുമ്പോൾ ഉറപ്പിക്കാം അങ്ങേരെ ഏതാത്മാവില? പരിശുദ്ധാത്മാവില. അല്ലേ? ഇക്കിളി കൊണ്ടെന്നാണോ? അല്ല, കുത്തുകൊണ്ടു. പക്ഷേ ഇന്ന് കുത്തുകൊള്ളുന്ന പ്രസംഗം നമുക്ക് പോലും വേണ്ട. നമുക്കിപ്പോൾ ഇക്കിളിപ്പോൾ ഇന്നത്തെ കൺവെൻഷനൊക്കെ വന്നാൽ തിരിച്ചു പോകുമ്പോൾ പെണ്ണുങ്ങൾ കാറേ കയറിയിരുന്നു പറയും, അയ്യോടി വരണമായിരുന്നടി, ചിരി 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 പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്നും മാറി പറയേണ്ടത് വിളിച്ചു പറയാതെ ഇക്കിളിപ്പെടുത്തുന്ന ചിരിപ്പിക്കുന്ന വിഷയമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സത്യം സത്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് കത്തുകയറി. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം അകത്ത് കടന്നു ചെന്നപ്പോൾ ചങ്കത്ത് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു മോളെ? കമ്മിറ്റി കൂടി കേസ് കൊടുത്ത് ചെട്ടിക്കാട് സഭ പൂട്ടിക്കാൻ ഇറങ്ങിയോ? പിന്നെന്തുവാ ചെയ്ത? വായിക്കേ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഈ ദേശത്ത് ദൈവവചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കുക, ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി പത്രോസ് അവരോട്, ഒന്നാമത്തെ മാർപ്പാപ്പയുടെ മറുപടി കണ്ണു തുറന്ന് കാത് തുറന്ന് കേട്ടോ, കുറിച്ചു വെച്ചോ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇത് പെന്തിക്കോസുകാർ മുക്കിന് പറഞ്ഞുണ്ടാക്കിയ കഥയല്ല. ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന പത്രോസ് ലീഗ പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്ന് ഒന്നാമത്തെ പോപ്പ് പറഞ്ഞു. പക്ഷേ നമ്മളാരും പറയുന്ന അങ്ങനല്ല. ജീവിക്കുന്ന കാലം മുഴുവൻ പാപിയായി ഞാനെന്ന് ചാകുന്ന കാലം വരെ കിടന്നാലും പാപമോചനം കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ ആമേൻ ഒന്നാമത്തെ പത്രോസ് ലീഗ പ്രസ്താവിക്കുന്നു, നിങ്ങളുടെ പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതിയെന്ന്. ഇനി നിങ്ങൾ പറ, ഞങ്ങളിൽ ഇത് ആരെ അനുസരിക്കണം? പറ. അപ്പുറത്ത് ഒരാൾ വന്ന് എന്നിട്ട് പറയുക, പാപമോചനം ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് ഭാവിയായി ജീവിക്കുക. ഇപ്പുറത്ത് ഒന്നാമത്തെ പത്രോസ് ലീഗ പറയുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ എന്ത് കിട്ടും? പാപമോചനം കിട്ടുമെന്ന്. ഏതാ വിശ്വസിക്കണം? സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണോ ഈ ക്രൂശീകരണം? ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽക്കുകയും പാപമോചനം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടതല്ലേ എന്ന്. അത് കുഞ്ഞുനാളിൽ. ഇപ്പം മാനസാന്തരം എവിടെ സംഭവിക്കും? മാനസാന്തരപ്പെട്ട് പാപമോചനം അല്ലേ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് വെച്ച് നിങ്ങൾ ചോദിക്കുക, എന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നോ? കുഞ്ഞെന്ത് ചെയ്യും? കുഞ്ഞ് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ സ്നാനപ്പെടുത്തിക്കോ, ഒരു പ്രശ്നവും ഇല്ലെന്ന്. ആമേൻ.
അങ്ങനെ പറയാൻ സാധിക്കാത്തിടത്തോളം മാനസാന്തരം സംഭവിക്കുന്നില്ല. അപ്പോൾ വേറൊരാൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല, പകരത്തിന് വേറൊരാൾ മാനസാന്തരപ്പെടുന്നുണ്ടെന്ന്. നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടോ? പള്ളികളിൽ ഇവിടെ പള്ളി ഉണ്ടല്ലോ, തുമ്പോളി പള്ളിയൊക്കെ ഉണ്ടോ? കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ കല്യാണം കഴിക്കാൻ പെണ്ണിനെ ചെറുക്കനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ? എനിക്കത്ര അറിയില്ല, നിങ്ങൾ പറയണം. ആ പെണ്ണിനോട് ചോദിക്കുമോ, പ്രിയ സൂസമ്മേ, നിൻ്റെ വലത്തു ഭാഗത്തു നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെയും മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ട്. ഉണ്ട്. എന്നെ തെറ്റൊന്നും പറയാൻ പാടില്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ പിറകി നിന്നുകൊണ്ട് പറയുകയാണ്, സമ്മതമാച്ചോ, കെട്ടിക്കുമോ? എൻ്റെ അറിവിൽ ഒരു പുരോഹിതന്മാരും എന്ത് ചെയ്യില്ല, കെട്ടിക്കൂല. അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ഈ ജേക്കബിൻ്റെയും ശോശാമ്മയുടെയും മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ ഈ പെണ്ണിൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറയാം, സമ്മതമാച്ചോ, അവൾ കെട്ടണമെന്നും പറഞ്ഞ് നിന്നേ, അങ്ങോട്ട് കെട്ടിച്ചേ. അമ്മയും കൂടെ പറഞ്ഞു, കെട്ടിക്കുവോ? എൻ്റെ അറിവിൽ ഒരു പുരോഹിതന്മാരും എന്ത് ചെയ്യില്ല, കെട്ടിക്കൂല. പിന്നെ ആര് പറയണം? പറ. മണവാട്ടി ആരോ അവൾ പറയണം. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, സ്വർഗീയ മണവാട്ടിയാകാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കുവോ? പറ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ഇവിടുത്തെ നേതൃത്വം സമ്മതിക്കത്തില്ലെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ പ്രമാണം മാറ്റാൻ മനുഷ്യ നിനക്കെന്ത് അധികാരം? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞ മണവാട്ടി. പകരക്കാർ പറഞ്ഞു, നോക്കൂ, ആമേൻ, നീ മാനസാന്തരപ്പെടണം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അതിപ്പം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നായി എഴുതിയിരിക്കുന്നതെങ്കിലും ആദ്യം സ്നാനപ്പെട്ടിട്ട് വളരുമ്പോൾ മാനസാന്തരപ്പെട്ടാലും മതിയെന്ന്. അടുത്ത ആൾ, നിങ്ങളെല്ലാം ഇന്ന് കുളിച്ചായിരുന്നോ? കുളിച്ചു. തല തോർത്തിയോ? തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലയോ ചെയ്യുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താൻ പിന്നെ കുളിക്കാം. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അല്ലേ? എൻ്റെ പൊന്നു കുഞ്ഞേ, നമ്മുടെ നിത്യജീവിതത്തിൽ പോലും ഒരു കാര്യം ഓർഡർ തെറ്റി ചെയ്ത പ്രശ്നമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് വള്ളി പുള്ളി മാറ്റാനോ തിരുത്താനോ പഠിപ്പിക്കാനോ ഈ ഭൂമിയിൽ ഒരുത്തനും അവകാശമില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോണം. ഈ വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റി മറിച്ച് പഠിപ്പിക്കുന്നവന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ബാധകളും വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പത്രോസ്ലീഹയുടെ പ്രഖ്യാപനം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറഞ്ഞു. ആമേൻ. അടുത്ത വാക്ക് വായിക്കേ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അങ്ങനെ ചെയ്താൽ, പാപമോചനം പ്രാപിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങളും കലവിലാന്നൊക്കെ പറയും. ആമേൻ. പരിശുദ്ധാത്മാവ് ലഭിക്കും. അടുത്ത വാക്ക്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലെന്ന്. ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും, അവിടെ കൂടിയവർക്ക്, നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവിന് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവരും. ആരാ? ഷമീറും സിയാദും നാരായണനും കറിയായും മമ്മദൂട്ടിക്കെല്ലാം ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുമെന്ന്. ഇവിടെ കിട്ടിയോ? അടുത്തത്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? ഒറ്റ പ്രസംഗത്തിൽ ചങ്കിനകത്ത് കുത്തുകൊള്ളുന്ന പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ടപ്പോൾ ഒറ്റ പ്രസംഗം 3000 എണ്ണം സ്നാനം മുങ്ങാൻ രംഗത്ത് വന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അതാണ് അപ്പോസ്തലന്മാരുടെ കാലത്തെ ശുശ്രൂഷ. ആമേൻ. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ഇത് കേൾക്കുമ്പോൾ വേറൊരാൾ, ഉപദേശി, അങ്ങനെയാണ് ഒരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പറുദീസയിലിരുത്താന്ന് യേശു തന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പം സ്നാനപ്പെടണോ? ഞാൻ പറഞ്ഞു, അച്ഛൻ കള്ളനാന്ന് ഞാൻ അറിഞ്ഞില്ല. കള്ളനാന്ന് അറിഞ്ഞില്ല. സ്തോത്രം. എന്തൊരറിവില്ലായ്മയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ക്രൂശിക്കപ്പെട്ട കള്ളൻ ന്യായപ്രമാണ കാലത്താണോ ജീവിച്ചത്, കൃപായുഗത്തിലാണോ ജീവിച്ചത്? അതിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ കൃപായുഗം ഏതാന്ന് അറിയാത്തവനോട് ചോദിച്ച കാര്യമുണ്ടോന്ന് പറഞ്ഞു തരാം. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ജീവിച്ചത്
ന്യായപ്രമാണ കാലഘട്ടം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരവ് വരെ ജീവിക്കുന്നവർ കൃപായുഗത്തിൽ. ഇതിലേതിലാ കള്ളൻ മരിച്ചത്? ന്യായപ്രമാണ യുഗത്തിൽ. ന്യായപ്രമാണ കാലത്ത് ജീവിക്കുന്നവനോട് സ്നാപക യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ പ്രസംഗിച്ച പ്രസംഗം എന്തുവാ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടാൻ, അല്ലേ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശി വെച്ചുണ്ടായി. പർദീസയിരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞ എന്താ? ഇപ്പൊ കേട്ടില്ലേ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാൻ. ഇവിടെ കിട്ടിയാ? അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിൽ കള്ളനെ പൊക്കിക്കൊണ്ട് കൃപായുഗത്തിൽ വരിക. എന്ത് ചെയ്യാൻ നോക്കും? പുസ്തകം പഠിക്കണ്ടേ? ആമേൻ. പുസ്തകം പഠിക്കണ്ടേ? പുസ്തകം പഠിച്ചാൽ ദൈവം ആരെന്ന് നീ അറിയും. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, സത്യദൈവം ആരെന്ന് തിരിച്ചറിയാതെ ആമേ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ആമേ സൃഷ്ടിയെ വണങ്ങുന്ന മനുഷ്യന് ഇത് തിരിച്ചറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി ആമേൻ 17:24 ഒന്ന് വായിച്ചു കൊടുത്തേ കുഞ്ഞേ. 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്ന്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ലെന്ന്. ഇത് ഏതെങ്കിലും മലയാളിയുടെ തലയിൽ കയറുന്നുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ പ്രളയം വന്നു. ആമേ പല വീട്ടിലും അവരവർ വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളുണ്ടാവും. ഈ ദൈവമൊക്കെ പലതും വെള്ളത്തിലൂടെ ഒഴുകി നടന്നു, ഇല്ലേ? ആകാശത്ത് ഹെലികോപ്റ്റർ രക്ഷിക്കാൻ വന്നപ്പോൾ ഏതെങ്കിലും മനുഷ്യൻ വിളിച്ചു പറഞ്ഞോ, അയ്യോ പ്ലീസ് എൻ്റെ ദൈവം ഒഴുകിപ്പോന്ന് ഒന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞോ? അതോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു? പറ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ വന്ന് ഇവനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയപ്പോൾ ഇവൻ തിരിച്ചു വന്നപ്പോൾ മറ്റേ ഒഴുകിപ്പോയ ദൈവം അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചിട്ട് പറയാ എന്നെ രക്ഷിക്കണേന്ന്. ഇവൻ എന്ന് നേരം വിളിക്കും? നിങ്ങൾ പറ. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി വല്ലതും വേണോ? അതാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അപ്പോൾ ഒരു മറുചോദ്യം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ചെട്ടിക്കാട് പള്ളിക്കകത്ത് നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതിന് ചോദിക്കും. ന്യായമായ ചോദ്യം പറയാം. ആമേൻ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ സാക്ഷാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന ദൈവമക്കളുടെ മധ്യ ഇറങ്ങി വരികയും പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്റ്റർ ഡോറ് പൂട്ടിയിട്ട് ഇനി നീ അതിനകത്തിരുന്നോ, വൈകിട്ട് തുറന്ന് പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞ് യേശുവിനെ അതിനകത്ത് കൂടിയിരുത്തിയിട്ട് ഇറങ്ങുമല്ല. പകരം പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന എൻ്റെയും നിൻ്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിലാണ് അവൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആമേ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിന്റെ ശരീരം ദൈവത്തിന് വസിക്കാനുള്ളതാ. നീ അതിനെ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും ആമേ തമ്മിലടിച്ചും നശിപ്പിച്ചാൽ ദൈവം നിന്നെ നശിപ്പിക്കും. മനസ്സിലായോ? ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യേശുവിനെ അതിനകത്ത് കുടിയിരുത്തിയല്ല ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഭൂമി നന്നായിട്ടൊന്ന് കുലുങ്ങിയാൽ ന്യൂ ഇന്ത്യ ചെട്ടിക്കാട് സഭയും കുലുങ്ങി വീഴും. അപ്പോൾ വിശ്വാസികളെല്ലാം വെളിയിറങ്ങിയെന്ന് എന്നാലും എൻ്റെ യേശുവിനെ ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയത്തൊന്നും ഇല്ല. കാരണം യേശു അതിനകത്ത് ഇരിക്കുകയല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി പന്തലിനകത്തും ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ആ ദൈവ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് നാം വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് നാഥൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് പറഞ്ഞവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചോ? ആമേൻ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു ഒറ്റ പ്രസംഗത്തിൽ. താഴോട്ട് വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ചിലർ പറയുന്നത് എല്ലാവരും മുങ്ങി 3000 പേര് മുങ്ങി. ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? ഇല്ല, എല്ലാവരും മുങ്ങില്ലേ? എവിടുന്നൊക്കെ വന്നയാ? അതൊക്കെ പല സ്ഥലത്തുനിന്ന് കൺവെൻഷൻ ആയതുകൊണ്ട് പെരുന്നാളായുണ്ട്. പെന്തക്കോസ്ത പെരുന്നാളാണല്ലോ. പെരുന്നാൾ കൂടാൻ വന്ന എല്ലാവരും മുങ്ങിയല്ലോ. മുങ്ങി. ഇനി എവിടാന്ന് വെച്ചാൽ ചെന്ന് കയറിക്കും. അങ്ങനെ പറഞ്ഞു. ഇന്ന് ചിലർ പറയുന്നത് അങ്ങനെ മുങ്ങിയില്ലേ? മുങ്ങി. ഇനി എവിടാന്ന് വെച്ചാൽ അവിടെ അങ്ങ് നിന്നാൽ മതി. ബൈബിൾ പറഞ്ഞ അങ്ങനല്ല. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവന് ഉപദേശമുണ്ട്.
അപ്പോസ്തലിക ഉപദേശം, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം, വചനത്തിൻ്റെ ഉപദേശം. ആ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണം. എവിടെ വരണം കുഞ്ഞേ? കൂട്ടായ്മയ്ക്ക് വരണം. കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോയാൽ ഉപദേശം കേൾക്കാൻ പറ്റത്തില്ല. കൂട്ടായ്മയ്ക്ക് വരണം. അടുത്തത് അപ്പം നുറുക്കി. ആരാ അപ്പം നുറുക്കിയത്? മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ആത്മനിറവ് പ്രാപിച്ചവർ, ഉപദേശമുള്ളവർ, കൂട്ടായ്മയ്ക്ക് വന്നവർ. അവർ നുറുക്കിയതാണ് കർത്താവിൻ്റെ മേശ. വചനപ്രകാരം മാനസാന്തരം ഇല്ലാത്ത, വചനപ്രകാരമുള്ള സ്നാനം ഇല്ലാത്ത, വചനപ്രകാരമുള്ള ആത്മനിറവ് ഇല്ലാത്ത നീ നുറുക്കുന്നത് ഏത് മേശയാ? ആമേൻ. അവരപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. അതാണ് വായിച്ച കുറിവാക്യം. വായിരേ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ആമേൻ. അത് പുഴവക്കത്ത് കൂടിയാലും, മരച്ചവട്ടി കൂടിയാലും, കെട്ടിടത്തെ കൂടിയാലും, വീടിൻ്റെ തന്നെ കൂടിയാലും അതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഭ. ഏത്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് കുഞ്ഞെ സഭ. ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ? ഉണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം, അതാണ് സഭ. ഈ സഭയിലേക്ക് കർത്താവ് ദിനം പ്രതി ആമേൻ ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ സഭയിൽ ആളെ ചേർക്കുന്ന ആരാ? ഉറക്കപ്പറ. കർത്താവ്. അപ്പം നീ ഉപദേശത്തെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഉപദേശത്തെ തല്ലിയ ഉപദേശി ആശുപത്രിയിലാകും. കർത്താവ് ആത്മാക്കളെ ചേർത്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ പരിപാടി നിൽക്കണമെങ്കിൽ നീ ആർക്കിട്ട് കൊടുക്കണം? കർത്താവിനിട്ട് കൊടുക്കണം. കിട്ടുന്ന നീയും മേടിച്ചോണം. പാവപ്പെട്ട ഉപദേശിമാരുടെ നെഞ്ചത്ത് വര വെക്കാൻ വരരുത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പറയപ്പെട്ട സഭ, അതിനകത്ത് നാരായണനും കരിയായും മുഹമ്മദ് കുട്ടിയും തോമായും ജോസഫും ഒക്കെ അടങ്ങുന്ന രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന ഈ സഭയെ കാഹളനാദത്തിങ്കൽ മധ്യാകാശത്തിലേക്ക് ചേർക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു വാനമേഘ വെളിപ്പെടാൻ പോകുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇതല്ലാതെ പാപമോചനത്തിന് മറ്റൊരു മാർഗം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക, ഒന്നിച്ചാരാധിക്കാൻ പോവുക. ശ്രദ്ധിച്ചോണം. അപ്പം ചില ആളുകൾ പറയും, നിങ്ങൾ ഈ പറയുന്ന പോലെ രക്ഷയും സ്നാനവും ഈ മാനസാന്തരവും കലവില അടിയും ഇതൊന്നും ഇല്ലേലും ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്ത് ആത്മാവിനെ കയറ്റിവിടാൻ വേറെ ആളുകളെ വെച്ചിട്ടുണ്ട്. ആമേൻ. അതും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. വായിക്കാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ശ്രദ്ധിച്ച് കേട്ടോണം. സ്വന്തം വ്യാഖ്യാനം ഒന്നുമില്ല, എഴുതിയിരിക്കുന്നത് അങ്ങ് വായിച്ച് കേൾപ്പിക്കത്തേ ഉള്ളൂ. മനസ്സുണ്ടെ കേട്ടോണം. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിവസം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, ധനവാനായൊരു മനുഷ്യൻ. അങ്ങനെ പേരുള്ള ആരെങ്കിലും ചെട്ടുകാടുണ്ടോ? ഉണ്ടോ പക്ഷേ? ആ പുള്ളി അറിയാം, ആ പുള്ളി ധനവാനായ മനുഷ്യൻ. അങ്ങനാണോ? അല്ല. ധനമുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ നല്ല പേരും ഉണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു അവൻ്റെ പേരില്ല, ധനവാനായ ഒരു മനുഷ്യനെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവന് ധനം ഒത്തിരി ഉണ്ട്, പക്ഷെ പുസ്തകത്തിൽ അവൻ്റെ പേരില്ല. അപ്പോൾ ഒരു ദൂത് ഞാൻ പറയാം, പണം കൊടുത്ത് ജീവപുസ്തകത്തെ പേരെഴുതാൻ ഒക്കത്തില്ല. കൺവെൻഷന് 2 ചാക്ക് അരി മേടിച്ചു കൊടുത്തെന്നും പറഞ്ഞ് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയില്ല. കേട്ടോ? അമ്മ അടുത്തവനെ കേട്ടോ. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ, വ്രണം നിറഞ്ഞവനായി. നോക്ക, അവന് പട്ടുമില്ല, ധൂമ്രവസ്ത്രവും ഇല്ല, എസ്റ്റേറ്റും ഇല്ല, റബ്ബറും ഇല്ല, കാറും ഇല്ല, പിന്നെ എന്തോ ഉള്ളത്? വ്രണം, പഴുപ്പ്. വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ ഈ കാശുള്ളവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അവന് റബ്ബറും ഇല്ല, എസ്റ്റേറ്റും ഇല്ല, ധൂമ്രവസ്ത്രവുമില്ല, പാട്ടുമില്ല, കാറുമില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കളൊരു ദൂത് തിരിച്ചറിയണം. അവൻ്റെ പേര് പരിശുദ്ധാത്മാവ് മറന്നു പോകാതെ പുസ്തകത്തെ കുറിച്ചു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ. ഇന്ന് രാത്രി നിനക്ക് പണമില്ലെങ്കിലും, പദവിയില്ലെങ്കിലും, സമ്പത്തില്ലെങ്കിലും, കാറില്ലെങ്കിലും, വീടില്ലെങ്കിലും, അവൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഓർത്തു വേണം നീ ദൈവത്തെ ആരാധിക്കാൻ. മനസ്സിലായോ? ആമേൻ. അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ആമേ, വായിക്കേ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ഒരു ദരിദ്രൻ, വ്രണം നിറഞ്ഞവൻ. അടുത്ത വാക്ക്. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. കണ്ടോ? ഈ ധനവാൻ ഒരു പനി വന്നാൽ മൊബൈലിൽ ഒരു ഒറ്റ കോള്
കിംസിന്ന് നിംസിന്നും ഒക്കെ പാഞ്ഞു വരും ആംബുലൻസ്. ഈ പാവപ്പെട്ടവൻ വ്രണം നിറഞ്ഞവൻ, അവനെ ചികിത്സിക്കാൻ ഡെയിലി 2 ഡോക്ടർമാർ. ആരാ? ഡോക്ടർ കൈസർ MBBS, ഡോക്ടർ ടിപ്പു അല്ലേ? കൈസറും ടിപ്പു ഒക്കെ വന്ന് ഡ്രസ്സിങ്ങും ക്ലീനിങ്ങും നാക്കി തുടച്ചേച്ച് പോയി അല്ലേ? എവിടാ ഇത് എവിടുത്തെ കാര്യമാ? ഭൂമിയിലെ കാര്യാ. എന്നാ ചിത്രം മാറാൻ പോവുക. കണ്ടോണം അടുത്ത വാക്ക്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശവാസിയെ, ധനവാനായാലും ദരിദ്രനായാലും ഒരു കാര്യം നിശ്ചയം, മരണം ഒരു നാൾ നിന്റെ ഭവനത്തിലും കടന്നു വരും. ആമേൻ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. ദരിദ്രൻ മരിച്ചു അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വേഗം പറ. 5 മിനിറ്റേ ഉള്ളൂ. വെച്ചോണ്ടിരിക്കുമോ? അടക്കം ചെയ്യും. ഈ ദരിദ്രൻ മരിച്ചപ്പോൾ അടക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താ? പട്ടി നക്കി കിടക്കുന്നവനെ ഏത് പള്ളിയിലെടുക്കാൻ? അതുകൊണ്ടല്ലേ ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ? കൊല്ലാൻ വിളിക്കുന്ന പോലെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത്രയ്ക്ക് സംശയമുണ്ട്, ചേട്ടനൊന്ന് ചത്തു നോക്കി, അപ്പോൾ അറിയാം ഞങ്ങൾക്ക് സെമിത്തേരി ഉണ്ടോ ഇല്ലയോ. പിന്നല്ല, കൊല്ലാനല്ല വിളിക്കുന്നത്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ അവനെ അടക്കി എന്ന് പരിശുദ്ധാത്മാവ് എഴുതിയോ? ഇല്ല. പട്ടി നക്കി വഴി കിടക്കുന്നവനെ അടക്കാൻ ആളില്ലെങ്കിലും അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് അബ്രഹാം പിതാവിരിക്കുന്ന പർദീസയിലേക്ക് കൊണ്ടുപോയെന്ന് മനസ്സിലായോ? അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേട്ടോ. ധനവാനും മരിച്ചടക്കപ്പെട്ടു. കാശുള്ളവൻ മരിച്ചു, എന്ത് കിട്ടി? നല്ല അടക്കം. ഈട്ടിത്തടിയുടെ ശവപ്പെട്ടി റോഡിൽ കൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. കൊയർ ടീം, സ്റ്റാർ സിംഗർ പാടി. ആഹാരം മട്ടൻ ബിരിയാണി വെച്ചു കൊടുത്തു. കുടുംബകല്ലറെ കൊണ്ട് ചെന്ന് മാർബിൾ കെട്ടി അടക്കി. നല്ല സീല തേച്ച് വെച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇനി കാകളം തുണിച്ചാലും അനങ്ങിയേക്കരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടി അകത്ത് വെച്ച് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ ധനവാൻ എങ്ങോട്ട് പോയി? കേട്ടോണം, കാത് തുറന്ന് കേട്ടോണം, വായിക്കേ. പാതാളത്തിൽ യാതന അനുഭവിക്കാൻ പോയെന്ന്. ചിത്രം മാറിയ കണ്ടോ? ചില ആളുകൾ പറയുന്നത്, ഇവന്മാർ ഈ തൊണ്ട കീറുന്നൊന്നും കേൾക്കണ്ട, നല്ലത് ചെയ്ത് ജീവിച്ചാൽ എവിടെ പോവും? സ്വർഗത്തിൽ പോകുന്നു. ചോദിക്കട്ടെ, നല്ലത് ചെയ്യുന്നതിൻ്റെ നന്മ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പർദീസയെങ്കിൽ അവിടെ പോകേണ്ടത് ധനവാനല്ലേ? അല്ലേ? കാരണം പറഞ്ഞുതരാം. സ്വന്തം വീട്ടിൻ്റെ പടിപ്പുരയ്ക്കൽ പട്ടി നക്കുന്നൊരുത്തനെ കിടക്കാൻ അനുവദിച്ചത് പുണ്യപ്രവൃത്തിയല്ലേ? നിങ്ങൾ കിടത്തുമെന്ന് ചുമ്മാ കള്ളം പറയരുത്. കിടത്തൂല. എന്തികോസൊക്കെ കാര്യം ശരിയാ. കിടത്തൂല. പോട്ടെ, അവൻ കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കൊണ്ടു ചെന്ന് കഴിക്കാൻ കൊടുത്തത് പുണ്യപ്രവൃത്തിയല്ലേ? എവിടെ പോയി? പാതാളത്തിൽ. മനുഷ്യൻ്റെ പുണ്യപ്രവർത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപിരണ്ട തുണി പോലെ. ആമേൻ. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ വായിക്കേ, മേപ്പോട്ട് നോക്കണമെങ്കിൽ വല്യപ്പച്ചൻ എവിടാ? താഴെ തറ ടിക്കറ്റ്, മുകളിൽ ബാൽക്കണി. പട്ടി നക്കി കിടന്ന ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ ധൂമ്രവർത്തനം നിന്റെ ചുഴിച്ചാച്ചെന്ന് എവിടെ വേണ്ട പോടാന്ന് പറഞ്ഞവൻ തറ ടിക്കറ്റ്. മേലോട്ട് നോക്കി വായിക്കേ, ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, വല്യപ്പച്ചൻ നിലവിളിക്കുക, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാക്കിന് തണുപ്പ് കിട്ടാൻ അവനെ അയക്കണമെന്ന് ശ്രദ്ധിച്ച്. ആമേൻ. പാതാളത്തിൽ കിടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്ന വല്യപ്പച്ചൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടി കേട്ടോണം, കാത് തുറന്ന് കേട്ടോണം ക്രിസ്ത്യാനി. വായിക്ക. ആമേൻ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്തത് അബ്രഹാം, മകനെ വല്യപ്പച്ചോ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് നീ ഓർക്ക. മോനെ വല്യപ്പച്ച, നീ ആ ചെട്ടികാട് അടിച്ചു പൊളിച്ച് 2 നേരം മോനെ കാലുമേ കാലും ഒക്കെ കയറ്റി വെച്ച് ജീവിച്ചപ്പോൾ ഈ പാവപ്പെട്ടവൻ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി കഷ്ടം അനുഭവിച്ചെന്ന് നീ ഒന്ന് ഓർത്തു നോക്കാൻ. അടുത്ത വാക്ക്, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. നമുക്കൊരാശ്വാസം ഉണ്ടാച്ചാ. സ്തോത്രം. ഇവിടല്ല, അവിടെ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അടുത്തത്, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല. തീർന്നില്ല. കാത് തുറന്ന് കേട്ടോ ക്രിസ്ത്യാനി, തീർന്നില്ല.
ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനാ മോളെ? ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരാനും പാടില്ല. ചത്ത് കഴിഞ്ഞിട്ട് മേപ്പോട്ടും കീപ്പോട്ടും കയറ്റി ഇറക്കുന്ന വകുപ്പ് അവിടെ ഇല്ലെന്ന് ഇവിടെ കിട്ടിയ ഇത്ര വെണ്ടയ്ക്ക പോലെ പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുമ്പോഴാണ് നീ പറയുന്ന ചത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആത്മാവിനെ കയറ്റി വിടുവന്നു. ഒരു കഥ പറഞ്ഞ് ഒരുമിച്ച് പാടാൻ പോവുക. രാപ്പകലില്ല ഇവിടെ. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ? ഒരു കഥ പറയാം. കറിയായും തോമായും വാഴക്കൃഷി നടത്തി. രണ്ടുപേരുടെയും വാഴയിൽ കൊല നന്നായിട്ട് വിളഞ്ഞു. നല്ല കൊലയൊക്കെ ആയി. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇത് കൊല വെട്ടണ്ടേ അച്ഛാ. ഉടനെ കറിയാച്ചൻ പറഞ്ഞു, എടാ അബദ്ധം കാണിക്കരുത്, യൂറിയ തളിക്കണം. യൂറിയ അത് തളിച്ചെങ്കിലേ കൊല വണ്ണം വലിപ്പമൊക്കെ വെച്ച് വരത്തുള്ളൂ, നല്ല തൂക്കം കിട്ടും. അപ്പോൾ നാളെ തളിക്കാം. ശരി, ഗുഡ് നൈറ്റ്. പോയി കറിയായും തോമായും വീട്ടിൽ പോയി. തോമാച്ചൻ TV വെച്ചപ്പോൾ വാർത്ത, സൂക്ഷിക്കുക, ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്, പുള്ളി ഇപ്പോൾ കൊലയാണ് കൊണ്ടുപോകുന്നത്. ഇത് കേട്ടപ്പം തോമാച്ചൻ്റെ ഉറക്കം പോയി. കൊലയൊക്കെ വിളഞ്ഞിരിക്കുക, ഇനി ബ്ലാക്ക് മാൻ കൊണ്ടുപോകും. പേടി. രാത്രി മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ച് വാഴ തോട്ടത്തിലോട്ട് വന്ന് കൊലയെല്ലാം വെട്ടി ചാക്കിലാക്കി അടുപ്പിൻ്റെ പുറത്ത് കൊണ്ടുപോയി അടുക്കി. പിറ്റേ ദിവസം കറിയാച്ചൻ വന്ന് വിളിച്ചു, ഡാ തോമ യൂറിയ തളിക്കണ്ട വാടാ. അത് അത് കറിയാച്ച ഒരു അബദ്ധം പറ്റി. എന്നാടാ? അത് ഞാൻ ഇന്നലെ വാർത്ത കേട്ട പെട്ടെന്നുള്ള ഇമോഷണലി കള്ളന്മാർ കൊണ്ടുപോയാലെന്ന് പേടിച്ചിട്ട് കൊലയെല്ലാം ഞാനങ്ങ് വെട്ടി ഇതേ അടുപ്പിനടുത്ത് കൊണ്ടുപോയി ചാക്കിനകത്ത് അടുക്കി വെച്ചേക്കുവാന്ന്. ഇത് കേട്ടിട്ട് മറ്റേ പുള്ളി ചോദിച്ചു, എടാ എന്നാലും നീ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചതെന്ന് പറയും. ഇനി കൊലയ്ക്ക് വലുപ്പം കിട്ടുമോ? നീ എന്ത് മണ്ടത്തരമായി കാണിച്ചതെന്ന്. ഒരാവേശത്തിൽ അങ്ങ് ചെയ്ത് അച്ഛൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഉടനെ ഈ തോമാച്ചൻ ചോദിച്ചു, എടാ കറിയാ നിൽക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ, നീ കൊല വെട്ടിയോ അതോ വാഴയെ വെട്ടിയോ? ഉടനെ ഈ പുള്ളി പറഞ്ഞു, വാഴ വെട്ടിയില്ല, കൊല മാത്രമേ വെട്ടിയുള്ളൂ. അപ്പോൾ വാഴപ്പിണ്ടിയോ? അത് പറമ്പിൽ നിൽപ്പുണ്ട്. എന്നാ പേടിക്കണ്ട, നീ വേഗം വാ, യൂറിയ മേടിച്ചോണ്ട് വരാം. ഉടനെ ഈ പുള്ളി പറഞ്ഞു, അല്ലച്ചാ കൊല എവിടെ ഇരിക്കുക? എടാ അടുപ്പിൻ്റെ പുറത്ത്, വാഴപ്പിണ്ടി അവിടെ. എടാ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇതിൻ്റെ അപ്പുറത്ത് പോയി പഠിച്ച മോസ്റ്റ് റൈറ്റർ റവറണ്ട് കൃഷിക്കാരനാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയും. അറിവുള്ളവർ പറഞ്ഞാൽ കേൾക്കണമെന്നാ. എന്നാ മേടിക്കുക. അങ്ങനെ യൂറിയ മേടിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും പറമ്പിലെത്തി വാഴയുടെ തടമൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി തളിക്കാൻ പോവുകയാണ്. ഇടയ്ക്കൊരു ചോദ്യം, കൊല എവിടെ ഇരിക്കുക? അടുപ്പിൻ്റെ പുറത്ത്. ഇവർ രണ്ടുപേരും അപ്പുറം നിന്ന് ഒരു പാട്ടിൻ്റെ ഈണത്തിൽ അങ്ങനെ പാടി തളിക്കുക. അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്കും പറമ്പിൽ നിൽക്കുന്ന പിണ്ടിക്കും വേണ്ടി ഞാനിതാ യൂറിയ തളിക്കുന്നതെന്നും പറഞ്ഞ് അങ്ങനെ തളിക്കുക. എൻ്റെ ചോദ്യം നിങ്ങളോട്, അടുക്കളയിലിരിക്കുന്ന കൊലയ്ക്ക് വണ്ണം വെക്കുമോ? പറ, ഉറക്കെ പറ. ഇല്ല. എന്തുകൊണ്ടാണ്? വല്ലോം ചെയ്യുന്ന എപ്പോൾ ചെയ്യണമായിരുന്നു? വാഴ കൊല നിൽക്കുമ്പം ചെയ്യണമായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു? വേർപെട്ട് പോയി. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഇത് വെറും പിണ്ടി, മനുഷ്യനെടുത്ത് കുഴിച്ചിടുന്ന കത്തിക്കുന്ന വാഴപ്പിണ്ടി. പിണ്ടിക്കിട്ട് എന്തെങ്കിലും ചെയ്ത് ആത്മാവിനെ കയറ്റിവിടുന്ന പൊട്ടത്തരം വിട്ടേച്ച് ഇന്ന് രാത്രി യേശുക്രിസ്തു പറയുന്നു, മരിച്ചിട്ടല്ല ജീവനോടെ ഇരുന്ന് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചെട്ടിനാട് വിളിച്ചു പറയട്ടെ, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം, കർത്താവ് വരാറായി. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കാഹളനാദത്തോടെ വാനമേഘ കർത്താവ് വെളിപ്പെടുത്തുന്ന ദിവസം എടുത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എവിടെ? എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലമുണ്ട്. ആ സ്ഥലം എങ്ങനെയുള്ളതാ? രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആ നിത്യ ഭവനമൊരുക്കി ഇതാ യേശു വരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ യേശു വന്നാൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. അല്ലല്ല, ഞാനും പോകുമെന്ന് ഇന്ന് രാത്രി പന്തലിൻ്റെ അകത്തൊരു തീരുമാനമെടുത്തവർ കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യെസ്.